ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒന്നിച്ച് കർത്താവിനെ സ്നേഹിപ്പാനും നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആദരിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നൽകിയ വിലയേറിയ അവസരമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം ലഭിപ്പാൻ, ദൈവത്തിൻ്റെ കരുത്തിൻ്റെ സ്പർശനം ലഭിപ്പാൻ പരിശുദ്ധാത്മാക്കൾ നൽകട്ടെ. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും വാർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാന്യരായ നിങ്ങൾക്കും കർത്താവിൻ്റെ സ്തുതി നാമത്തിൽ ഈ രാത്രിയിലും എൻ്റെ സ്നേഹം വന്ന് നൽകുന്നു. ദൈവത്തിൻ്റെ ദാസന്മാരായി ഇതിനിടയിൽ ആരെങ്കിലും കൊണ്ട് അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് വടക്കേണ്ടിയിൽ ദീർഘവർഷമായി കർത്താവിൻ്റെ മുഖത്തോളം വേല ചെയ്യുന്ന ഡേവിഡ് ലൂക്കോസ് അവരുടെ വാർത്ത ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ സജീവ് ലൂക്കോസ് എൻ്റെ സ്നേഹിതരാണ്. അവിടെ കാണാൻ കഴിഞ്ഞ സന്തോഷം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. മിഷനെ ഇന്ത്യ എന്ന വർക്കിനെ ദൈവം ആദരിക്കുമാറാകട്ടെ. സന്തോഷമുള്ള എല്ലാവരും ഒരിക്കൽ കൂടെ കൈ ഉയർത്തി ശക്തിയോട് പരിശുദ്ധാത്മാവിന്റെ ആദ്യം നിങ്ങളെ അറിയിപ്പാൻ ഏൽപ്പിച്ച ദൂതിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. മതി, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. കണ്ണുടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ ദൈവമേ ഈ രാത്രിക്കായി വാഴ്ത്തും. കൂടുതൽ വലിയ സാന്നിധ്യത്തിൽ നന്ദി. ഈ രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ ജനത്തെ തുടരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തുടരണമേ. ഈ രാത്രി വരെ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിലേക്ക് ഇറങ്ങട്ടെ. പുതിയ ദർശനങ്ങൾ പ്രാപിക്കട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ. കർത്താവെ, വലിയ ആത്മാവിൽ മർമ്മങ്ങൾ ഞങ്ങളുടെ തലമുറ പ്രസ്താവിക്കട്ടെ. നമ്മുടെ പരിശുദ്ധാത്മാവിനെ വലിയ മോഹിങ് ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. കർത്താവെ, നമ്മുടെ കരഞ്ഞങ്ങളെ തൊടുവാൻ നോക്കിയാൽ സ്തോത്രം, തൊട്ടിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥനകൾ നമിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി വാക്കുന്ന ശക്തിയോടെ സ്തോത്രം ചെയ്യാം. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. കുഞ്ഞുങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിച്ചിരിക്കണം. എന്താണ് പരിശുദ്ധാത്മാവ്? ആരാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്? ഈ രാത്രി പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ദൈവം തന്റെ ആത്മാവിനാണ് നമ്മെ നിറയ്ക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ഈ തലമുറ ഇതൊക്കെ പഠിക്കണം, അല്ലെ അവരെ പഠിപ്പിക്കണം. ഈ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മശക്തിക്ക് സാക്ഷ്യം വഹിപ്പാൻ നമ്മുടെ പിതാക്കന്മാർ ഇറങ്ങി തിരിച്ചപ്പോൾ അതിപ്രശസ്തനായ ഒരു മനുഷ്യൻ എഴുതിയത് ഇങ്ങനെയാണ്: പുതുമഴയൊക്കെ പെയ്യുമ്പോൾ തകരകൾ മുളച്ചു വരും, അതുപോലെ മുളച്ചു വന്നതാണ് കുക്കുസായിപ്പിന്റെ ഉണ്ണുണിസാറിൻ്റെയൊക്കെ പെന്തക്കോസ്റ്റ്. നല്ല വെയിൽ കിട്ടുമ്പോൾ ഇതൊക്കെ വാടുമെന്ന് പറഞ്ഞു. രാത്രി സഹോദരങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാരോട് ദൈവത്തെ ആരാധിച്ചപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ഉണ്ണുണിസാറും കുക്കുസായിപ്പും ഒക്കെ കടന്നുപോയി. പെന്തക്കോസ് ഇതുവരെ കടന്നുപോയിട്ടില്ല. ഇത് കടന്നു പോകാൻ പോകുന്നില്ല. കാരണം ഇത് ഇവിടുത്തെ ആരുടെ വകയല്ല, ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ വകയാണ്. നമ്മുടെ മാതാപിതാക്കൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഒത്തിരി ആക്ഷേപങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ചിലര് പറഞ്ഞു ഇതൊരു തരം ഹിസ്റ്റീരിയ രോഗമാണ്. അന്യഭാഷയിൽ ആരാധനയൊക്കെ ഒരു തരം ഹിസ്റ്റീരിയ രോഗം എന്ന് പറഞ്ഞാൽ ഞരമ്പ് രോഗമാണ്. പക്ഷെ അന്ന് ഇത് ഞരമ്പ് രോഗമാണെന്ന് പറഞ്ഞവർ ഞങ്ങൾക്ക് ഈ ഞരമ്പ് രോഗം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, എറണാകുളം ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ കാരിസ്മാറ്റിക് യോഗങ്ങളിൽ തടിച്ചു കൂടിയിട്ട് ഹല്ലേലൂയാ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ പിന്നെ നിർത്തുന്ന പരിപാടിയില്ല. സ്റ്റാർട്ട് ചെയ്യാനറിയാം, സ്റ്റോപ്പ് ചെയ്യാനറിയില്ല. ഞാൻ പറയാറുണ്ട്, സ്തോത്രത്തെ കളിയാക്കുന്നവനെ കൊണ്ട് ദൈവം ഒത്തിരി സ്തോത്രം പറയിപ്പില്ല. ഹല്ലേലൂയായെ കളിയാക്കുന്നവനെ കൊണ്ട് ദൈവം ഒത്തിരി ഹല്ലേലൂയ പറയിപ്പിക്കും. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യോഗം മുടക്കിയെ കൊണ്ട് യോഗം നടത്തിക്കുകയും അതിൻ്റെ കാശ് അവനെ കൊണ്ട് തന്നെ മുടക്കിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. പാട്ട് പൊട്ടിയെ കൊണ്ട് തമ്പേറ് പൊട്ടിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ പിതാക്കന്മാരൊക്കെ സുവിശേഷ യോഗം നടത്തിയപ്പോൾ ചിലരൊക്കെ പാട്ട് പൊട്ടിയിട്ടുണ്ട്. ഒരാഴ്ച പൊട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഇട്ടേച്ച് പോകുന്ന പൊട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഉണർവ് കൂടുകയല്ലേ. പണ്ട് ഞാനൊരു സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കാൻ പോയി. ഇന്നത്തെ സിസ്റ്റം ഒന്നും വന്നില്ല. പുനലൂരിനടുത്താണ്. ഞാൻ സ്റ്റേജിലേക്ക് കയറി, ഒരുത്തൻ ബോസ്റ്റയിലോട്ട് കയറി. അപ്പം വീസ് വലിച്ചു കൂലി. അന്ന് ജനറേറ്റർ ഒന്നുമില്ല, ബാറ്ററിയാണ്, കറണ്ട് പോയാൽ. അപ്പം മൊത്തം ഇരുട്ടായി.
വഴിയെ കൂടെ പോയ ഒരാൾ ജീപ്പ് കൊണ്ടുവന്ന് കണക്ഷൻ തന്നു. അവൻ വെട്ടമുണ്ട്, ഇല്ല മൈക്കുണ്ട്. അപ്പം ഞാനന്ന് ആദ്യം പറഞ്ഞു, പാസ്റ്റർ ഇന്ന് പോസ്റ്റേ കയറി ഇവിടെ നോക്കി ദൈവം ചിരിക്കുന്നു, ബൈബിളിൽ വാക്യമുണ്ട്, ദൈവം അവനെ നോക്കി ചിരിക്കുന്നു. ഞാൻ പറയും ഇന്ന് രാത്രി യോഗം നടക്കുമ്പോൾ ഫീസൂരാൻ, യോഗം മുടക്കാൻ ഫീസൂരാൻ കയറിയവനെ നോക്കി ദൈവം ചിരിക്കുന്നു. കൊള്ളാം 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 കൊള്ളാം, അടുത്ത കൺവെൻഷന് മൈക്ക് കയറ്റാൻ ഇവനെ കൊള്ളാം. ദൈവം കൊള്ളാമെന്ന് പറഞ്ഞാൽ അടുത്ത കൺവെൻഷനിൽ ഞങ്ങളുടെ കൂടെ കാണും. അതിനുശേഷം ഞാൻ പറഞ്ഞു, സുവിശേഷ യോഗം നടക്കുമ്പോൾ പാട്ട കൊട്ടരുത്, ദൈവം നിന്നെ നോക്കി ചിരിക്കും. കൊള്ളാം 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 കൊള്ളാം, തമ്പേർ കൊട്ടാൻ നിന്നെ കൊള്ളാം. ദൈവം കൊള്ളാമെന്ന് പറഞ്ഞാൽ അടുത്ത യോഗത്തിന് തമ്പേർ കൊട്ടാൻ നീ കാണും. സുവിശേഷ യോഗം നടക്കുമ്പോൾ ആരും കൂക്ക് വിളിക്കരുത്, ദൈവം നിന്നെ നോക്കി ചിരിക്കും. കൊള്ളാം 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 കൊള്ളാം, ഉറക്കെ ഹല്ലേലൂയ പറയാൻ നിന്നെ കൊള്ളാം. ദൈവം കൊള്ളാമെന്ന് പറഞ്ഞാൽ അടുത്ത യോഗത്തിന് ഹല്ലേലൂയ പറയാൻ ഞങ്ങളുടെ കൂടെ കാണും. എന്താണ് പരിശുദ്ധാത്മാവ്? ആരാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്? ദൈവം തന്റെ ആത്മാവിനാൽ നിറയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പഠിച്ചിട്ട് വേണം ഇത് പ്രാപിപ്പാൻ. നിങ്ങളോട് പ്രതിവാദം ചോദിക്കുമ്പോൾ പറയാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ട് തലമുറയിൽ പഠിപ്പിക്കണം. 3 കാലഘട്ടങ്ങളായി ദൈവം മനുഷ്യൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. പഴയ നിയമം പിതാവാം ദൈവത്തിന്റെ യുഗമായിരുന്നെങ്കിൽ സുവിശേഷ കാലയളവ് പുത്രൻ തമ്പുരാന്റെ യുഗമാണ്. ഈ സഭായോഗ കാലയളവ് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. പഴയ നിയമത്തിൽ ഗോഡ് ഫോർ അസ് എന്ന് നാം വായിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്നാൽ സുവിശേഷത്തിൽ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. പഴയ നിയമം ഗോഡ് ഫോർ us ആയിരുന്നെങ്കിൽ പുതിയ നിയമം ഗോഡ് വിത്ത് us ആയി. ദൈവം നമ്മോടുകൂടെ. എന്നാൽ സഭായുഗത്തിൽ ഗോഡ് ഫോർ us അല്ല, ഗോഡ് വിത്ത് us അല്ല, ഗോഡ് ഇൻ us. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ശക്തിയോട് കൈകോർത്ത് ദൈവത്തെ സ്തുതിച്ചു. മകളെ, പരിശുദ്ധാത്മാഭിഷേകം എന്താണ്? ഒറ്റ വാക്കിൽ മറുപടി, തൃത്വത്തിൽ മൂന്നാമനായവൻ നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. അതാണ് ആത്മാഭിഷേകം, അതാണ് ആത്മശക്തി. ദൈവം നമ്മിലേക്ക് ഇറങ്ങി വന്നാൽ എന്ത് സംഭവിക്കും? 114 സങ്കീർത്തനം 4 വാക്യം. 114 സങ്കീർത്തനം 4 വാക്യം. പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി. അടുത്തത്, സമുദ്രമേ നീ ഓടുന്നതെന്ത്? യോർദാനേ നീ പിൻവാങ്ങുന്നത്. അടുത്തത്, പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും. സ്വർഗത്തിലെ ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ പർവ്വതം മുട്ടാടുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി. ദൈവം തമ്പുരാൻ പർവ്വതത്തിലിറങ്ങിയപ്പോൾ പർവ്വതം തുള്ളിയെങ്കിൽ 37.25 കിലോ ഇല്ലാത്ത നമ്മുടെ മേൽ തമ്പുരാൻ ഇറങ്ങുമ്പോ നമ്മൾ തുള്ളുന്നതിന് എന്നാ അതിശയം. ഈ രാത്രി മനസ്സിലാക്കണം, നമ്മൾ തുള്ളുകല്ല, നമ്മളെ തുള്ളിക്കുകയാണ്. ഈ രാത്രി യോഗത്തിൽ വന്ന നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ 37 അല്ല 110 കിലോ ഉണ്ടെങ്കിലും ഈ അത്യന്ത ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടങ്ങിയിരിക്കാൻ കഴിയില്ല. നിങ്ങൾ അറിയാതെ ചലിക്കുവാൻ തുടങ്ങും. അതിരങ്ങൾ ചലിപ്പിച്ച് കരങ്ങളടിച്ച് സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കൊള്ളുക. വചനം പ്രസംഗിക്കുന്ന മാത്രയിൽ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നെന്ന് പറയുന്ന പോലെ ഈ പ്രഭാഷണ മധ്യത്തിൽ തന്നെ ചിലരെ ദൈവ അഭിഷേകത്താൽ നിറയ്ക്കാൻ പോകുന്നു, ചിലരെ ദൈവ അഭിഷേകം നൽകാൻ പോകുന്നു, ചില ദർശനങ്ങൾ കാണാൻ പോകുന്നു. അതോ അളകനിയ മകളെ കൈയടിച്ചാണ്ട് വാതുറന്നാട്ട് അന്യഭാഷ ദൈവത്തെ ശ്രമിച്ചാണ്ട് സ്വന്തമായി നീ വിശ്വസ്തനായെങ്കിൽ മാത്രമേ അന്യമായി ദൈവം ഫലമേൽപ്പിക്കുകയുള്ളൂ. ഹല്ലേലൂയ. എല്ലാവരും സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ടിരിക്കണം. മക്കളെല്ലാം ദൈവത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ കൈകളൊക്കെ അടിച്ചുകൊണ്ടിരിക്കണം. വാദോടെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം.
ദൈവം തമ്പുരാൻ നമ്മിലേക്ക് ഇറങ്ങുന്നു. അതാണ് പരിശുദ്ധാത്മാഭിഷേകം. തൃത്വത്തിൽ മൂന്നായവനായവൻ നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവം ഇറങ്ങിയാൽ എന്ത് സംഭവിക്കുകയും പറഞ്ഞു? പർവ്വതം തുള്ളി, പർവ്വതം കുലുങ്ങി. 25, 30, 50, 100 ടൺ ഭാരമുള്ള കേബ് ഭാരമുള്ള ഒരു കൂറ്റൻ ജനറേറ്റർ, അതിനെ കൊണ്ടുപോകുന്നത് 18, 20 വീലുള്ള വലിയ ലോറിയിലാണ്. അതിനെ കയറ്റി വെക്കുന്നത് വലിയ ക്രെയിൻ വെച്ചാണ്. അതിനെ ഒരിടത്ത് കൊണ്ട് ഇറക്കുന്നത് ക്രെയിൻ കൊണ്ടാണ്. അതിനെ ഉറപ്പിക്കുന്നത് വലിയ കോൺക്രീറ്റിൽ വലിയ നട്ടും ബോൾട്ടും ഇട്ടാണ്. 50 ടൺ കേബ് ഭാരമുള്ള ജനറേറ്റർ കൂറ്റൻ ബോൾട്ടിട്ട് നട്ടിട്ട് ഉറപ്പിച്ച് നിർത്തുന്നു. പക്ഷെ അല്പം കഴിഞ്ഞ് അതിലൂടെ, ആ ജനറേറ്ററിലൂടെ ഇലക്ട്രിസിറ്റി വ്യാപിക്കാൻ തുടങ്ങുമ്പോൾ ഇത്രയും കേബ് ഭാരമുള്ള ജനറേറ്റർ പറഞ്ഞിരുന്ന് ഞരങ്ങുന്നത് കാണാം, മൂളുന്നത് കാണാം, മുരളുന്നത് കാണാം. അതെയോ ജനറേറ്ററെ, ഇത്രയും ഭാരം നിനക്കില്ലേ? നിന്നെ പൊക്കാൻ ജനറേറ്റർ വേണമായിരുന്നല്ലോ. പക്ഷെ നീ ഇരുന്നിപ്പോ ഞരങ്ങുന്നതെന്തോ? ജനറേറ്റർ പറയും, എന്റെ അകത്തു വ്യാപരിക്കുന്ന ശക്തി എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. പെന്തക്കോസുകാരൻ തുള്ളുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? ഞങ്ങളുടെ അകത്തു വ്യാപരിക്കുന്ന ശക്തി ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. ശക്തിയോടെ മക്കളെ, അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുക. കരം പിടിച്ച് വാർന്നു കൈവെട്ടി ആരും ഇരിക്കരുത്. ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. അരിയെടുക്കും വെക്കും, അരി തിളപ്പിക്കാൻ വെക്കും. നിങ്ങളെല്ലാം അരി തിളപ്പിക്കാൻ വെക്കുന്നവരാണ്. വെള്ളം അങ്ങോട്ട് വെച്ചിട്ട് അരിയിട്ട് കഴിഞ്ഞിട്ട് അടപ്പ് പാത്രം വെച്ചിട്ട് അടിയിൽ തീ കത്തിക്കും. തീ അങ്ങോട്ട് കത്തി വരുമ്പോൾ വെള്ളം തിളച്ചു മറിയാൻ തുടങ്ങും. വെള്ളം തിളച്ചു മറിയാൻ തുടങ്ങുമ്പോൾ ചോറുകൾ ഇങ്ങനെ കുത്തിമറിയാൻ തുടങ്ങും. അതിന്റെ പുറത്തുള്ള അടപ്പ് പാത്രം പട 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 എന്ന് അടിച്ചു തുടങ്ങും. അടപ്പ് പാത്രമേ അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ അത് പറയും, എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. എന്റെ അകത്തു നിന്നൊരു സമ്മർദ്ദം. Worship is the outward expression of the inward impression. ആരാധന എന്ന് പറഞ്ഞാൽ അകത്തെ സമ്മർദ്ദത്തിന്റെ പുറത്തെ പ്രതിഫലനമാണ് ആരാധന. അകത്ത് ദൈവസ്നേഹം നിറയുമ്പോൾ ഒരു ദൈവവൈതൽ കണ്ണുകൾ നിറഞ്ഞ കവിഞ്ഞ ഒഴുകിയെന്ന് വരാം. അകത്ത് ദൈവസ്നേഹം നിറയുമ്പോൾ ഒരു ദൈവവൈതൽ പരസ്പരം മരം താടിയെന്ന് വരാം, തുള്ളിയെന്ന് വരാം, കൈകളടിച്ചെന്ന് വരാം, ഉറക്കെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചെന്ന് വരാം. അതല്ല ആരാധനയാണ്. അകത്ത് ദൈവസ്നേഹമില്ലാന്ന് നീ ചാടിയാൽ ആരാധനയല്ല, തുള്ളിയാൽ ആരാധനയല്ല, അന്യഭാഷ പറയാൻ ആരാധനയല്ല. ഒരപ്പനും ഒരമ്മ സ്കൂളിൽ കുഞ്ഞിനെ വിടാനായി പോയി. ബസ് കാത്തു നിന്നു. കേരളത്തിലൊക്കെ നടക്കുന്ന നിരന്തര സംഭവം. ബസ് കാത്തു നിന്നു. അമ്മയുടെ പിടിവിട്ട് കുഞ്ഞൊരൊറ്റച്ചാട്ടം ബസിന്റെ അടിയിൽ വീണു, അരഞ്ഞു മാറി. അത് കണ്ട അമ്മയുടെ അവസ്ഥ എന്താ? അത് കഴിഞ്ഞിട്ട് ഇത് വാർത്ത വായിച്ച് വീട്ടിൽ വരും. ഈ ആരാധനയ്ക്ക് വരുന്ന നിന്നോട് പാസ്റ്റർ പറയണ്ട സ്തോത്രം പറയാൻ, പ്രസംഗിയെ പറയണ്ട സ്തോത്രം പറയാൻ. ഇതുവരെ എന്നെ പരിപാലിച്ച ദൈവം, എന്റെ കുഞ്ഞിനെ പരിപാലിച്ച ദൈവം, ആ ദൈവത്തിന്റെ ദയ ഓർക്കുമ്പോൾ അടുത്ത് ആരിയ്ക്കുന്നു നോക്കത്തില്ല, അടുത്ത് ആരെങ്കിലും ഹല്ലേലൂയ പറയോ നോക്കത്തില്ല. ഓ ഷോ റോക്കോനിയ പരിസരം വരെ ദൈവത്തെ ആരാധിക്കും. അടുത്തിരിക്കുന്നവൻ സ്തോത്രം പറയുന്നതോ ഹല്ലേലൂയ പറയുന്നതോ എന്റെ വിഷയമല്ല. കൈയടിച്ചോ ശക്തിയോടെ മക്കളെ, ആരും കൈയടിക്കാതിരിക്കരുത്. ദൈവത്തെ ആരാധിച്ചു മതി. നിങ്ങൾക്ക് എഴുന്നേൽക്കണം, എഴുന്നേൽക്കാം. ഇതിൽ ആരാധിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ശക്തിയോടെ രക്തസ്രാവക്കാരിയായ സഹോദരി, 12 വർഷം വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചവൾ, ഒരു ദിവസം ഒരു തീരുമാനത്തോടെ അവൾ വീട്ടിൽ നിന്നിറങ്ങി. ആ തീരുമാനം ഇതായിരുന്നു: യേശു കർത്താവ് വഴി വരുന്നു, ഞാൻ യേശുവിനെ തൊടും.
ഞാൻ യേശുവിനെ തൊടും. മോശികനായ പ്രമാണം അനുസരിച്ച് രക്തസ്രാവക്കാരിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. അങ്ങനെ അവൾ പുറത്തിറങ്ങിയാൽ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നിയമം. അപ്പോൾ പുറത്തിറങ്ങാൻ അധികാരമില്ലാത്തവൾ, അവകാശമില്ലാത്തവൾ ഒരു തീരുമാനത്തോട് വീട്ടിൽ നിന്നിറങ്ങി, ഇന്ന് ഞാൻ യേശുവിനെ തൊടും, ചത്താലും ജീവിച്ചാലും യേശുവിനെ തൊടും, യേശുവിനെ തൊടാതെ ഞാൻ മടങ്ങി പോകില്ല. യുവാസപ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിൽ യേശുവിനെ തൊടാൻ എത്ര പേർ വന്നിട്ടുണ്ട്? പ്രസംഗം കേൾക്കാനല്ല, പ്രസംഗത്തിന് മാർഗിടാനല്ല, സഹവിശ്വാസിയെ കാണാനല്ല, യേശുവിനെ തൊടാൻ എത്ര പേർ വന്നിട്ടുണ്ട്? കർത്താവിന്റെ കരം നിന്നെ തൊട്ടു മാത്രമേ നിന്നെ മടക്കി അയക്കത്തുള്ളൂ. എത്ര പേർക്ക് ശക്തിയോട് സ്വതന്ത്രം പറയാൻ കഴിയും? ഇൻസുലേഷൻ ഉള്ള ഈ വയർ ഇൻസുലേഷൻ ഉള്ളിടത്തോളോ എടുത്ത് തോളേലിട്ടാലും ഒന്നും പറ്റത്തില്ല. എന്നാൽ ഇൻസുലേഷൻ മാറ്റി തൊട്ടു നോക്കണം, വിവരമറിയും. തുടരുത്, തുടരുത്, തുടരുത്. തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ നാസറേയനായ യേശു ഇന്ന് രാത്രി ഈ ഹോളിലൂടെ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിന്റെ കരങ്ങൾ നീട്ടി നീ അവനെ തൊട്ടാൽ നിന്റെ മേൽ ശക്തി വ്യാപരിക്കും. വിശ്വാസത്തിന്റെ കരങ്ങൾ നീട്ടി നീ അവനെ തൊട്ടാൽ നിന്റെ മേൽ സൗഖ്യം വ്യാപരിക്കും, നിന്റെ മേൽ വിടുതൽ വ്യാപരിക്കും. അടുത്തിരിക്കുന്ന സഹോദരി അറിയത്തില്ല, അടുത്തിരിക്കുന്ന സഹോദരൻ അറിയത്തില്ല, നിന്റെ മേൽ വിടുതൽ വ്യാപരിക്കും. ഒരു കരവനെ തൊട്ടു. കൈവക്കാനിരിക്കരുത്. അന്യഭാഷയിൽ പ്രവചിച്ചു തുടങ്ങാൻ, ആത്മാവിൽ പ്രവചിച്ചു തുടങ്ങാൻ, ദർശനങ്ങൾ കാണാൻ തുടങ്ങാൻ, ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങാൻ. ഇവിടെ വായിക്കുന്നവൾ പുരുഷാരത്തെ വകഞ്ഞു മാറ്റി യേശു കർത്താവിന്റെ വസ്ത്രത്തിന്റെ തോമലിൽ തൊട്ടു. ഇടിമീനൽ കണക്കവളിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു. സ്പർശന മാത്രയിൽ ഒരശുദ്ധ വിശുദ്ധയായി ഒരു രോഗിണി പരിപൂർണ്ണ സൗഖ്യമുള്ളവളായി തീർന്നു. യേശുവിനെ തൊട്ടാൽ വിടുതലാ, യേശുവിനെ തൊട്ടാൽ സൗഖ്യമാ, യേശുവിനെ തൊട്ടാൽ ജീവന. എത്ര പേർ യേശുവിനെ തൊടാൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്? വിശ്വാസം തൊടുകുഞ്ഞ്, യേശുവിനെ തൊടുകുഞ്ഞ്. ഇന്ന് രാത്രി വിശ്വാസത്തോട് യേശുവിനെ തൊട്ടാൽ വിടുതലാണ്, വിടുതലാണ്. ശക്തിയോട് ദൈവത്തെ ശ്രദ്ധിച്ചാണ്. യേശുവിനെ തൊട്ടാൽ വിടുതലാണ്. ഏത് രോഗമാ മാറാത്തത്? ഏത് രോഗമാ മാറാത്തത്? ഏത് ശാപമാ മാറാത്തത്? ഏത് അസ്വസ്ഥതയാ മാറാത്തത്? ഹാർട്ട് അറ്റാക്ക് അവന് പ്രശ്നമല്ല, കോവിഡ് അവന് പ്രശ്നമല്ല, ക്യാൻസർ അവന് പ്രശ്നമല്ല. അവനെ തൊട്ടാൽ ഏത് രോഗമാ മാറാത്തത്? യേശുവിനെ തൊട്ടു. സ്പർശന മാത്രം വിശുദ്ധി. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, അവൾ വിറച്ചുകൊണ്ട് നിന്നു. ഒന്ന് പറഞ്ഞാട്ട് പറക്ക പറ, എല്ലാവരും പറ. അവൾ വിറച്ചുകൊണ്ട് നിന്നു. ഞാൻ കർത്താവ് ചോദിച്ചു, കർത്താവേ നിന്നെ തൊട്ടപ്പോൾ വിറയ്ക്കാൻ കാര്യമെന്താ? മനസ്സിലാകുന്നോ? വിറയ്ക്കാൻ കാര്യമെന്താ? കർത്താവ് പറഞ്ഞു, മോനെ, അവൾ എന്നെ തൊട്ടപ്പോൾ അവളിൽ വ്യാപരിച്ചത് ഡുനാമിസ് ആയിരുന്നു. ഡുനാമിസ് എന്ന പദത്തിൽ നിന്നാണ് ഡൈനാമിറ്റ് എന്ന പദം ഉണ്ടായത്. ശക്തി എന്നതിന് ബൈബിൾ കൊടുത്തിരിക്കുന്നത് ഡുനാമിസ്, സാക്ഷി, മാർട്ടയോസ്. മാർട്ടയർ എന്ന പദം അതിനുണ്ടായതാണ്. ഡൈനാമിറ്റിനെ കവിഞ്ഞ ശക്തി നിങ്ങളുടെ മേൽ വരും. പാറയെ തകർക്കുന്ന ശക്തിയേക്കാൾ വലിയ ശക്തി നിങ്ങളുടെ മേൽ വരും. ഈ ശക്തി വന്നു കഴിഞ്ഞ് നിങ്ങൾ എന്റെ നാമത്തിന് വേണ്ടി രക്തസാക്ഷികളാകാൻ കഴിയണം. അതിന്റെ അർത്ഥം കർത്താവ് പറഞ്ഞു, മോനെ, അവളിനെ തൊട്ടപ്പോൾ അവളിൽ വ്യാപരിച്ചത് പാറയെ തകർക്കുന്ന ശക്തിയേക്കാൾ വലിയ ശക്തിയായ ഡുനാമിസ് ആയിരുന്നു. അതവളിൽ വ്യാപരിച്ചപ്പോൾ അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല, അവൾ വിറച്ചുപോയി. കുഞ്ഞെ, പരിശുദ്ധാത്മാവിഷയമുള്ള വിറയ്ക്കുന്നതിന്റെ കാര്യം മനസ്സിലായോ? നമ്മുടെ മൺകൂടാരത്തിന് താങ്ങാൻ കഴിയില്ല. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം ഒന്നല്ല. ഉറക്കെ പറ, ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ പവർ. ഇത് അത്യന്ത ശക്തിയാ. പിന്നെ മനസ്സിലാക്കിയിട്ടില്ല, ഇത് അത്യന്ത ശക്തിയാ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ സ്വന്തം അല്ല. അതായത് ഓരോ ഓട്ടോമൊബൈൽ മേഖലയിൽ നന്നറിയുന്നവരൊക്കെ ഇരിപ്പുണ്ട്. എന്നെക്കളൊക്കെ ഓരോ വാഹനം ഉണ്ടാക്കുമ്പോൾ
ആ വാഹനത്തിന്റെ എഞ്ചിന്റെ ശക്തിക്കനുസരിച്ചാണ് ബോഡി. 800 കാറിന് അത്ര മതി ബോഡി. ആ 800 ഹോഴ്സ് പവറിന് വേണ്ട ശക്തിയിലാണ് ഇതിന്റെ ബോഡി ഉണ്ടാക്കുന്നത്. 2500 ഹോഴ്സ് പവറുള്ള വണ്ടി ഉണ്ടാക്കുമ്പം അതിന് ബോഡി അതിനനുസരിച്ച് ഉണ്ടാക്കും. ഒരു ട്രെയിൻ എഞ്ചിന്റെ ബോഡി ആ എഞ്ചിന്റെ ശക്തിക്കനുസരിച്ചാണ്. ഒരു പ്ലെയിനിന്റെ ബോഡി ആ എഞ്ചിന്റെ ശക്തിക്കനുസരിച്ചാണ്. ഒരു റോക്കറ്റിന്റെ ബോഡി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനൊന്നും ഉണ്ടാക്കിയാക്കില്ല, എന്ന് പറയുമ്പോൾ പോകും. അപ്പൊ ഞാൻ മനസ്സിലാക്കി തരാം. റോക്കറ്റിന്റെ എഞ്ചിൻ കൊണ്ടുവന്ന് 800 കാറി വെച്ച് സ്റ്റാർട്ടായാൽ എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കും? സ്റ്റാർട്ട് ചെയ്യുന്നതും കാണും, ചില ബൾബൊക്കെ പൊമ്പെന്ന് കാണുന്നവർ പോലെ. എഞ്ചിന്റെ ക്രയോജനിക് എഞ്ചിൻ, അതായത് റോക്കറ്റിന്റെ എഞ്ചിൻ കൊണ്ടുവന്ന് 800 കാറെ വെച്ച് സ്റ്റാർട്ടാക്കിയ തുമ്മെന്ന് കേൾക്കുകയും ചെയ്യുക. അതിന്റെ ഡോർ റാസൽ കൈമായി കിടക്കും. പിന്നെ എഞ്ചിൻ ഗുജറായി കിടക്കും. സ്റ്റീറിങ് ഇവിടെ കിടക്കും, അബുദാബി കിടക്കും. പൊട്ടിപ്പോവും, നിൽക്കില്ല. പക്ഷെ നിന്റെ അകത്ത് വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ പവറുണ്ടല്ലോ. ഇവിടുത്തെ 7 റോക്കറ്റിനേക്കാൾ, ഞാൻ അവസാനിപ്പിക്കും പറഞ്ഞുതരാം, 7 റോക്കറ്റിനേക്കാളും വലിയ ശക്തിയാണ്. ഈ റോക്കറ്റിനേക്കാൾ വലിയ ശക്തി നിന്റെ ഉള്ളിൽ വെച്ചിട്ടും നിന്റെ വൻകൂടാരം പൊളിയാത്തത് ഒരത്ഭുതമാണെന്ന് മറക്കരുത്. ഒരത്ഭുതമാണെന്ന് മറക്കരുത്. പയ്യെ കാണിച്ചോ, ശക്തിയോടെ ഈ വൻകൂടാരത്തിലാണ് ശക്തി വെച്ചിരിക്കുന്നത്. ഇന്ന് വിറയ്ക്കുന്നതേ ഉള്ളല്ലോ ശക്തിയോടെ. എല്ലാവരും കരമടിച്ചത് ഓ ശബ്ദ പരിശുദ്ധാത്മാവിഷയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം പേടിക്കാത്ത നേരം അതൊക്കെ മണിക്കൂറുകൾ എടുത്ത് പഠിപ്പിക്കേണ്ടതാണ്. ഇത് നമുക്ക് ആവശ്യമാണോ? അതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. ഈ ആത്മശക്തി ആവശ്യമാണോ? ആവശ്യമില്ലെന്നും രക്ഷിക്കപ്പെടുന്നോണ്ട് കിട്ടുമെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. വലയരുത്. ഇത് ആവശ്യമാണോ? ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏതോ വിഷയം പറഞ്ഞു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ ആത്മശക്തി ആവശ്യമില്ലാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അതാരായിരുന്നു? യേശു കർത്താവ്. യോഹന്നാൻ 4:1 യേശു ആത്മാവിന്റെ ശക്തിയോട് ഗലീല വിട്ടു മടങ്ങി. യോഹന്നാൻ 4:14 അന്ന് വായിച്ച സഹോദര. ലൂക്കോസ് 4:14 യേശു ആത്മാവിന്റെ ശക്തിയോട് ഗലീലയിലേക്ക് മടങ്ങി. യേശു ആത്മാവിന് 40 ദിവസം ആത്മാവിന്റെ ശക്തിയോട്. പ്രവൃത്തി 10:38 പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തു മിനിസ്ട്രിക്കായി, ഭൂമിയിലെ മിനിസ്ട്രിക്കായി. ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ അഭിഷേകം ആവശ്യമില്ലാത്ത ഒരേ ഒരാൾ യേശു കർത്താവായിരുന്നു. യേശു ആത്മാവിന്റെ ശക്തിയോട് ഗലീല വിട്ട് മടങ്ങിയെങ്കിൽ നിനക്ക് എനിക്കും ആത്മശക്തി എത്രയധികം വേണം. സോദരം, ആത്മശക്തി ആവശ്യമില്ലാത്ത രണ്ടാമത്തെ കൂട്ടർ ഈ ഭൂമുഖത്തുണ്ടായിരുന്നെങ്കിൽ അത് യേശുവിന്റെ ശിഷ്യന്മാരായിരുന്നു. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമോണോ നഗരത്തിൽ പാർക്കുകയും. ശക്തി ലഭിച്ചിട്ട് അപ്പോസ്തലന്റെ 8 യെരൂശലേമിലും യഹൂദിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണ്. നിങ്ങൾ എന്നോട് കേട്ട വാഗ്ദത്തം പിതാവിന്റെ വാഗ്ദത്തമായി കാത്തിരിക്കണം, വാങ്ങിപ്പോകരുത്. ലൂക്കോസ് 24:49 കുറിച്ചെടുത്താൽ മതി, വായിക്കാൻ നേരമില്ല, നമുക്ക് ഈ സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ്. സ്തോത്രം. അവരോട് പറഞ്ഞ അഭിഷേകത്തിനായി കാത്തിരിക്കണം. അപ്പം ഒന്ന്, ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ അഭിഷേകം ആവശ്യമില്ലാത്ത ഒരാൾ യേശുവായിരുന്നു. യേശു ആത്മാവിന്റെ ശക്തിയുടെ ഗലീല വേണ്ടി മടങ്ങി. 2 ശിഷ്യന്മാരായിരുന്നു, അവരോട് കാത്തിരിക്കാൻ പറഞ്ഞു. 3, ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ ആത്മശക്തി ആവശ്യമില്ലാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവിന്റെ അമ്മ മറിയായിരുന്നു. കാരണം അവൾ പരിശുദ്ധാത്മാവിലാണ് അവളിൽ വിശുദ്ധ പ്രജ ഉത്പാദിതയായത്. പക്ഷേ പ്രവൃത്തി നമ്മൾ വായിക്കുന്നത് യേശുവിന്റെ അമ്മ മറിയും
കാത്തിരുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. 1:14 യേശുവിന്റെ മറിയും മാളയും മുറിയിൽ കാത്തിരുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ശിഷ്യന്മാരെല്ലാവരും ഉണ്ടായിരുന്നു, അപ്പോസ്തലന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്നു, അവരെല്ലാം ഒന്നിച്ചിരുന്നു. അതായത് ഫാദർ ചിനിക്കി എന്ന കത്തോലിക്കൻ പുരോഹിതൻ വിശ്വാസിൽ വന്ന് അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, യേശുവിന്റെ മറിയോ പത്രോസ്ലിഹയോ ഭൂമിയിലേക്ക് വന്നാൽ പത്രോസിന്റെ പേരിലുള്ള സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക തേടി പോയില്ല, മറിയുടെ പേരിലുള്ള പള്ളി തേടി പോയില്ല, മുട്ടിമേൽ നിന്ന് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനാലയം തേടി പോകും. ഇവിടെ ഷാർജ വന്ന ഇവിടെ വരും. കാരണം അവർ ഒറിജിനൽ പെന്തക്കോസ്തുകാരിയായിരുന്നു. അവർക്ക് ആത്മശക്തി ആവശ്യമായിരുന്നെങ്കിൽ നമുക്ക് എത്രയധികം ആത്മശക്തി ആവശ്യമാണ്. പൗലോസ് 2:1 when the Pentecost fully come എന്നാണ് ഇംഗ്ലീഷിൽ. എന്ന് പറഞ്ഞാൽ പെന്തക്കോസ് ദൈവിക വെളിപ്പാടിന്റെ പൂർണ്ണതയാണ്. നമ്മുടെ കൊച്ചുങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്ന ഏതോ കുറഞ്ഞ മാർഗമാണ് പെന്തക്കോസ് എന്നാണ്. മക്കളെ, ചെറുപ്പക്കാരെ, പ്രായമുള്ളവർ ചിന്തിച്ചേക്കുന്നത്, പെന്തക്കോസ് ഞങ്ങൾ വലിയ പാരമ്പര്യം വിട്ട് വന്നു. പെന്തക്കോസിൽ വന്ന് ഒത്തിരി പാരമ്പര്യം വിട്ടു. ഈ പറച്ചിലൊക്കെ കേട്ടാ, പണ്ട് മാരാമൺ കൺവെൻഷൻ 2 ബിഷക്കാർ തമ്മി അടിയുണ്ടാക്കിയോണ്ട് 2 ബിഷക്കാർ തമ്മി അടിയുണ്ടായി. ഇപ്പോൾ ഒരുത്തൻ മറ്റോണ്ട് പറയാം, നീ വലിയ ആളൊന്നും ആകണ്ട, നീ ഇപ്പോഴാണ് വിക്ഷതുണ്ടാൻ തുടങ്ങി. ഞങ്ങളുടെ വല്യപ്പന്മാരുടെ കാലം മുതലൂടെ വിക്ഷതുണ്ടല്ലാതെ. ഈ പാരമ്പര്യം എല്ലാം ചെന്ന് നിൽക്കുന്ന എവിടെയാണെന്നറിയാമോ? അത് പറയുന്നത് ചെറിയ ബുദ്ധിമുട്ടാക്കും. ചെന്ന് നിൽക്കുന്നതല്ല നമ്പൂതിരിയുടെ മണ്ടയ്ക്ക. അതിൻ്റെ അർത്ഥം ഒറിജിനൽ വിഗ്രഹാരാധിയായിരുന്നല്ലേ. എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിനെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. സന്തോഷത്തോടെ കൈ ഉയർത്തി ശക്തിയോടെ പ്രശംസിക്കുക. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ വർണ്ണമോനെ, ഈ ഭൂമിയിൽ ഒരു അപ്പോസ്തോലിക മാർഗമുണ്ടെങ്കിൽ അതാണ് പെന്തക്കോസ്ത്. അഭിമാനത്തോടെ നിന്റെ തലമുറയെ പഠിപ്പിക്കണം. അത് മനസ്സിലാക്കി തരാം. ഇതിനകത്ത് എവിടുന്നൊക്കെ വന്നവരായിരിക്കുന്നേ? ഞാൻ കേരളത്തിൽ നിന്ന് വന്ന കാര്യമല്ല പറയുന്നത്. ഇതിനകത്ത് ഇരിക്കുന്നത് CSA കാർ. CSA എന്ന് വന്നവരെന്ന് കൈപൊക്കിക്കുക. CSI. മർത്തോമയെന്ന് വന്നവർ, മർത്തോമ, യാക്കോബ, കണ്ടോ, കത്തോലിക്ക, കണ്ടോ, SNDP, NSS, എല്ലാ വകയിലുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? സകല എണ്ണത്തുനിന്ന് ഇങ്ങേറ്റം വേർപാടി എന്ന് പറയുന്നതിനകത്ത് വന്നിട്ടുണ്ട്. പ്രകടന സപ്ലി എന്ന് പറയുന്നതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന് മനസ്സിലായ മുന്നേ, ഇതൊരു കുറഞ്ഞ മാർഗമല്ല. ഇവിടുന്നെല്ലാം ഒഴുകി അവസാനം എത്തുന്നട ഇവിടെ. ഏതെങ്കിലും ഗുണപ്പെടാത്ത ഇവിടുന്ന് എവിടെയെങ്കിലും പോയെന്ന് വരാം. പക്ഷേ ഇത് അൾട്ടിമേറ്റ് റെവലേഷനാണ്. അവസാനം വന്നിരിക്കുന്ന ഇട എന്ന് പറഞ്ഞാൽ എവിടെ മുടിഞ്ഞവനും ഇവിടെ വന്നാകും. കാനവച്ചന്റെ ഭാഷ ഞാൻ പറയാം. എവിടെ മുടിഞ്ഞവനെയും പെന്തക്കോസി കൊണ്ടുവന്ന് നന്നാക്കാം. പെന്തക്കോസി മുടിഞ്ഞവൻ എവിടെ പോയാലും നന്നാവില്ല. മെഡിക്കൽ കോളേജല്ലേ കേസ്. അപ്പൊ മക്കളെ, ഇത് കുറഞ്ഞ മാർഗമൊന്നുമല്ല കേട്ടോ. ഇതിനകത്ത് പറയണം തോന്നിയ മാസമൊക്കെ കാണിക്കുന്നവൻ കാണും. ഇതൊരു അപ്പോസ്തോലിക മാർഗമുണ്ടെങ്കിൽ അതാണ് പെന്തക്കോസ്. പെന്തക്കോസ് കാൽവറിയുടെ പൂർണ്ണതയാണ്. നിങ്ങൾ അനങ്ങോ അനങ്ങാതിരിക്കോ കൈയടിക്കോ വാതുറന്നിരിക്കോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ചർച്ച് ഓഫ് ഗോഡിൽ മെമ്പർഷിപ്പ് കാണും, നിങ്ങൾക്ക് KGയിൽ മെമ്പർഷിപ്പ് കാണും, നിങ്ങൾക്ക് IPC മെമ്പർഷിപ്പ് കാണും. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തിയാൽ ഈ രാത്രി വരെ നിങ്ങൾ നിറയപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി വരെ പെന്തക്കോസ്തുകാരനായിട്ടില്ല. കാരണം പെന്തക്കോസ് ഒരു ആചാരമല്ല, പെന്തക്കോസ് ഒരു അനുഷ്ഠാനമല്ല, പെന്തക്കോസ് ഒരു സമുദായമല്ല. പെന്തക്കോസ് യഥാർത്ഥ അനുഭവമാണ്. ഇത് അനുഭവം പ്രാപിച്ചവരാണ് പെന്തക്കോസുകാരൻ. കൈകളുടെ ജന്യഭാഷ ദൈവത്തെ ബോധപ്പെടുന്ന പെന്തക്കോസ്തിന്റെ അനുഭവം പ്രാപിക്കുക. എല്ലാവരും ആരാധിച്ചാൽ മക്കളെ, കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളെ, മക്കളെ, നിങ്ങളെല്ലാം കൈയടിച്ചോ. ദൈവത്തെ ശ്രദ്ധിച്ചേ. ഭാഗ്യത്തിലെ അഭിഷേകം പ്രാപിക്കണം. ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞ, ആത്മാഭിഷേകവും അന്യഭാഷയും നിന്റെ തലമുറയ്ക്ക് ഒരപമാനമല്ല, അഭിമാനമായിരിക്കണം. തന്റെ ചെറുപ്പക്കാർക്ക് അന്യഭാഷ അപമാനമാണ്. രണ്ടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ടൈമിൽ പെന്തക്കോസ് ഈസ് റിയൽ എക്സ്പീരിയൻസ്. എന്റെ അപ്പച്ചന്റെ വല്യപ്പച്ചന്റെ കാലത്ത് എക്സ്പീരിയൻസ് ആയിരുന്നത്. എന്റെ അപ്പന്റെ കാലത്ത് ഇത് ട്രഡീഷനായി. എന്നെ സംബന്ധിച്ച് ഇത് ഹെഡേക്കാണ്.
തലവേദന, ഈ മറുഭാഷ, കയ്യടി, ബഹളം. നിന്റെ തലമുറയ്ക്ക് ഇത് ഹെഡേക്ക് ആകാതിരിക്കണോ? നിനക്ക് ഇത് ട്രഡീഷൻ ആകരുത്, റിയൽ എക്സ്പീരിയൻസ് ആയിരിക്കണം. മറ്റൊരു ദൈവദാസൻ എഴുതി, ഫസ്റ്റ് ജനറേഷൻ ഇസ് പവർ ജനറേഷൻ. ഒന്നാമത്തെ തലമുറ ശക്തിയുള്ള തലമുറയായിരുന്നു. അവർ മുട്ടുകുത്തിയാൽ ദൈവസാന്നിധ്യം ഇറങ്ങുമായിരുന്നു. സെക്കൻഡ് ജനറേഷൻ ഇസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. രണ്ടാം തലമുറയായപ്പോൾ സ്ഥാപനങ്ങളായി. ഓട് പണിയണം, സെമിത്തേരി പണിയണം, സെമിനാരി പണിയണം, കല്ലറ പണിയണം, അങ്ങനെ കെട്ടി ഉയർത്താൻ തുടങ്ങി. തേർഡ് ജനറേഷൻ ഈസ് മ്യൂസിയം. അതായത് എഴുതിയതാ. മൂന്നാം തലമുറ മ്യൂസിയം എന്ന്. ചിലർക്കൊക്കെ ചെന്നാൽ ചേട്ടൻ ഇരിപ്പ് കണ്ട ഈ പറന്നു പോകാതിരിക്കാൻ ഈ പുള്ളി അവിടെ വെച്ചേക്കാൻ തോന്നുന്നു. പെന്തക്കോസുകാരനാ, കയ്യും കെട്ടി ഒരു ഇരിപ്പ് കണ്ട ഈ പറക്കാതിരിക്കാൻ പുള്ളിയെ കൊണ്ട് അവിടെ വെച്ചേക്കാം. ഏതായാലും കസേരയായോണ്ട് പറക്കൊന്നും പേടിക്കണ്ട. പണ്ടാരോ പറഞ്ഞു, ബ്രദർ, ഞാൻ അവർക്കൊക്കെ എന്നെ ഇഷ്ടമാണ്. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ 3-4 CPM-കാർ വന്ന് ഫോട്ടോ എടുത്തു. കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ഇറങ്ങി വേർപാട് അവരെല്ലാം എൻ്റെ പ്രസംഗം കേൾക്കുന്ന അവരൊക്കെ പറയുന്ന ഭീമോൻ ചെമ്പാസ് ആരെയും കുത്താത്ത. അങ്ങനെയാണ്, ഞങ്ങൾ ആരെയും കുത്തില്ല, പിന്നെ പരിശുദ്ധാത്മാവ് കുത്തിയെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഒരു ദൈവദാസൻ പറഞ്ഞു, ഈ വേർപാട് കോളി ചെന്ന ഒറ്റ പെന്തക്കോസ് തന്നെ അവിടെ കാണത്തില്ല. അപ്പൊ ഇപ്പം പെന്തക്കോസ് കളി വന്നാൽ ഇന്നകത്ത് നിറയെ വേർപാടുകാരാ. നീ പെന്തക്കോസ് ഹോളിൽ വന്ന് വേർപാടുകാരനായിട്ടിരിക്കരുത്. പെന്തക്കോസ് ഹോളിൽ വന്ന് പെന്തക്കോസുകാരനായിട്ടിരിക്കരുത്. കൈകെട്ടിയിരിക്കരുതെന്നാ പറഞ്ഞത്. ആരും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. എടി എന്തോ തണുപ്പാടായി ആരാധിക്ക് വന്നിരിക്കുന്ന ഇരിപ്പ് ഇതാ. ഇത്രയും തണുപ്പാണ് നോമ്പാക്കി എന്തിനാണ് ഓണാക്കിയിരിക്കുന്നത്? ഈ 1000 പേരുള്ള കൺവെൻഷനിൽ പ്രസംഗിച്ചാലും അതിനിടയിൽ ഒരാളിരുന്ന് ഉറങ്ങിയാൽ എനിക്കറിയാം. അത് കണ്ടുകൊണ്ട് ഞാൻ പ്രസംഗിക്കും. പിന്നെ നമ്മൾ പെന്തക്കോസുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഉറങ്ങി താഴെ വീണാലും എഴുന്നേറ്റ് വരുമ്പോൾ 2 സ്തോത്രം കൊണ്ടേ വരുത്തുള്ളൂ. അതോ ശരിയാ, സൂത്രത്തിൽ ഒരു സ്തോത്രം. ഇത് കേൾക്കുമ്പോഴേ അറിയണം വെച്ച് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, സത്യം പറഞ്ഞു, ഈ ബഹളങ്ങളുടെ ഇടയിൽ ഉറങ്ങാൻ കഴിയുന്ന ഒരു കൂട്ടരി ഭൂമുഖത്തുണ്ട്. അത് പെന്തക്കോസുകാരും പെന്തക്കോസിലെ ഉപദേശിമാരുമാണ്. എൻ്റെ പാസ്റ്ററെ ഞാനുള്ളത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂർക്കമ്പലി കേട്ടു. നോക്കിയപ്പോൾ അധ്യക്ഷൻ കൂർക്കമ്പലിക്കുക. മക്കളെ ലൈവ് ഉണ്ടോ? ഇല്ല, റെക്കോർഡാ. ഞാനിപ്പോൾ ഈ ലൈവ് ഉള്ളതുകൊണ്ട് ഒരു ഗുണം ഉണ്ടെന്ന് അറിയാമോ? സ്റ്റേജിൽ ദൈവമക്കൾ ഇങ്ങനെ ഞങ്ങളെ 2 പേരേ ഉള്ളൂ. പുള്ളി പാവം പിടിച്ചു തന്നെ. ഈ ജനം ഇങ്ങനെ ആത്മാവിൽ ആരാധിച്ച് മറിയുമ്പോൾ സ്റ്റേജിൽ ചെല്ലുന്നവർ ഇങ്ങനെ വീഴുക. അത് ലൈവായിട്ട് ഇംഗ്ലണ്ടിൽ കാണുക. കൊച്ച് ആരാധിച്ച് ഇടി കൊടുത്തിട്ടും അമ്മച്ചി ആയിക്കോട്ടെ വിടുക. അത് ലൈവായിട്ട് പോവാന്നേ ജർമ്മനിയിലേക്ക്. ഇവിടെ ലൈവായിട്ടിരുന്നോ? പരിശുദ്ധാത്മാവിനെ ഈ നിൽക്കുന്നത് ഇങ്ങോട്ട് പിടിച്ചോണ്ട് നിൽക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ. അവസ്ഥയിലാ. പക്ഷെ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ മൈക്ക് എടുത്ത് കഴിയുമ്പോൾ കാണുന്ന ഭീമോനച്ചൻ വേറെയാ. കാരണം ഈ അത്യന്ത ശക്തിയുടെ സ്വന്തമല്ല, ഇത് ദൈവത്തിന്റെ ദാനമാ. മക്കളെ, ആര് നിഷേധിച്ചാലും പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള തെളിവാണ് ഞങ്ങളുടെ വചനം. ഞാൻ ഇന്നിട്ട് ഇവിടെ നിന്ന് വചനം പ്രസംഗിക്കുന്ന കരമടിച്ചാണ്, ശക്തിയോട് ദൈവത്തെ സ്നേഹിച്ചാണ്. നമുക്ക് മ്യൂസിയം വേണ്ട, നമുക്ക് ട്രഡീഷൻ വേണ്ട. ഒരു ശക്തിയുള്ള തലമുറ എഴുന്നേൽക്കട്ടെ. നിനക്കിത് പാരമ്പര്യമാകരുത്, നിനക്കിത് എക്സ്പീരിയൻസ് ആയിരിക്കണം. പരിശുദ്ധാത്മാവിഷയം ആവശ്യമല്ലേ? നമുക്ക് ആവശ്യമാണ്. ഇനി അടുത്തത്, ഇതെല്ലാം ശ്രദ്ധിച്ചു വേണമെന്ന് കുറിച്ചോണം. ഇത് പഠിക്കേണ്ടതായി കാലഘട്ടത്തിൽ. ആരാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്? ആർക്കാണ് തരാൻ അധികാരം? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം. ഉത്സവത്തിന്റെ വായിച്ചോ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാവന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൽ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അടുത്തത്, അവൻ ഇത് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് പറഞ്ഞത്. അടുത്ത വാക്യം, യേശു അതുവരെ തിരസ്കരിക്കപ്പെട്ടില്ലാകയാൽ
വന്നിട്ടില്ലായിരുന്നു. ഈ ബ്രദർ തിയോളജി അനുസരിച്ച് രക്ഷിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവല്ല. ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. അതോടെ ആത്മാവ് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ശിഷ്യന്മാരും മാനസാന്തരപ്പെടാത്തവരായിരുന്നു. യേശു അതുവരെ തേജസ്കരിക്കപ്പെടാത്തതിനാൽ പരിശുദ്ധാത്മാവ് വന്നില്ല. പിന്നെ അത് ആത്മാവിന്റെ ശക്തിയോട് നടന്നു പറഞ്ഞത്. അത് രണ്ടും രണ്ടാണ്. സ്വതന്ത്രം. ആത്മാഭിഷേകം, മാനസാന്തരപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാണ്. എന്നാൽ പരിശുദ്ധാത്മാ അധിവേശം, പരിശുദ്ധാത്മാ സ്നാനം അത് വ്യത്യസ്തമാണ്. അതുവരെ ആത്മാവാരുടെ മേലും വന്നിരുന്നില്ല. കണ്ടോ, ഇപ്പം നേരത്തെ വന്നതോ വന്നു. എന്നാൽ ഇത് വേറെ. യേശു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രേ പറഞ്ഞത്. ഇനി എന്നോട് നോക്ക്, എന്താ യേശു പറഞ്ഞത്? യേശു പറഞ്ഞു, ഉത്സവത്തിന്റെ മഹാദിനമായി എടുക്കുന്ന യേശു എന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ. എന്നിൽ ബാക്കി പറ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. ശ്രദ്ധിക്കും മക്കളെ, സഹോദര ശ്രദ്ധിക്ക്. പരിശുദ്ധാത്മാവ് പഠിച്ചോണം. നിന്റെ പുറത്തു നിന്ന് അകത്തേക്ക് കയറേണ്ടതല്ല. പരിശുദ്ധാത്മാവ് നിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരേണ്ടതാണ്. സ്വതന്ത്രം. പുറത്തുനിന്ന് അകത്തേക്കാണെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും തരാം. എന്നാൽ അകത്തുനിന്ന് പുറത്തേക്കാണെങ്കിൽ ഇവിടെ ആർക്കും തരാനൊക്കെ ഇല്ല. നിന്റെ അകത്തൊരുവൻ വരണം. നാസറേയനായ യേശു നിന്റെ അകത്തുണ്ടെങ്കിൽ ഈ രാത്രിയിൽ അവൻ ആത്മനദിയെ ഒഴുക്കി വിടും. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാണ്. സ്വതന്ത്രം പറഞ്ഞു. അപ്പൊ ആത്മാവ് പുറത്തുനിന്ന് അകത്തേക്ക് കയറേണ്ടതല്ല. ചിലർ വിചാരിക്കുന്ന അവരാ കൊടുക്കുന്നതെന്ന്. നോ. നിങ്ങൾക്ക് ആത്മാവിനെ തരാൻ അധികാരമുള്ള ആരും ഈ ഭൂമിയിലില്ല. അതാണ് സഭാപ്രസംഗം. ആത്മാവിന്മേൽ അധികാരമുള്ള ആരുമില്ല. മനസ്സിലാക്കി തരാം. ലൂക്കോസിന്റെ സുവിശേഷം 24:49 ഉയരത്തിൽ നിന്ന് കുറിച്ചെന്നെടുത്തോ. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോഴോ എവിടെ പാർക്കണം? ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോഴോ. അപ്പോ എവിടുന്നാണ് ശക്തി വരുന്നത്? ഉയരത്തിൽ നിന്ന്. ഉയരത്തിൽ നിന്നാണ് ശക്തി വരുന്നതെങ്കിൽ അത് തരുന്നത് ഉലകത്തിലുള്ള ആരുമല്ല, ഉയരത്തിലിരിക്കുന്നവനാണ്. ഉയരത്തിൽ നിന്ന്. 11:13 ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ സ്വർഗ്ഗസ്ഥനായ തന്റെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഭീമോനച്ചൻ കായംകുളത്തൂന്ന് ആത്മാവിനെ കൊണ്ട് വന്നിട്ടില്ല നിനക്ക് തരാൻ. നിന്റെ അകത്തിരിക്കുന്നവൻ ആത്മനദി ഇന്ന് രാത്രി ഒഴുക്കി വിടാൻ പോവാ. അടുത്തത് വരിക എന്ന് ആത്മാവ് പറയുന്നു. വരിക എന്ന് നമ്മുടെ പാട്ടി പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയുന്നു. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ആരുടെ നിന്ന് വാങ്ങണം? സഭാനാഥന്റെ കയ്യിൽ നിന്ന്. പ്രവാചക വരണ്യനായ ഏലിയാവ് തന്റെ ശിഷ്യനായ ഏലിയാവ് എലീശയോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോ ഞാൻ നിനക്ക് പറയുന്നേ എന്ത് ചെയ്തു തരണം? എലീശയുടെ മറുപടി എന്താ? നിന്റെ പ്രസംഗവരം എനിക്ക് തരൂ, നിന്റെ പ്രവചനവരം എനിക്ക് തരൂ, നിന്റെ രോഗശാന്തി എനിക്ക് തരൂ. അതാണ് ചോദിച്ചേ? അല്ല. എലീശ പറഞ്ഞ അച്ചായന്റെ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് അച്ചായനിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ഇരട്ടി ശക്തിയാണ്. കാരണം ഏലീശയ്ക്ക് അറിയാം, ഇതുണ്ടോ അതെല്ലാം നടക്കും. ആത്മാവുണ്ടോ ഇന്ന് രാത്രിയിലും പ്രവചനം നടക്കും. ആത്മാവുണ്ടോ ഇന്ന് രാത്രിയിലും അത്ഭുതം നടക്കും. ആത്മാവുണ്ടോ ഇന്ന് രാത്രിയിലും വെളിപ്പാട് നടക്കും. കൈകളടിച്ചാട്ടെ, ആരാധിച്ചാട്ടെ, ശക്തിയോട് സ്വതന്ത്രം പറഞ്ഞാട്ടെ. ആത്മാവുണ്ടോ ഇന്ന് രാത്രിയിലും ദൈവശക്തി വെളിപ്പെടും. അതിനുണ്ടോ? ആരാണ് ഏലിയാവ്? ഏലിയാവല്ല. എന്നാ പിടിച്ചോന്ന് പറയും. കൊടുത്തോ? ഇല്ല. ഏലിയാവ് നീ അല്പം പ്രയാസമുള്ള കാര്യമാകുന്നു എന്നോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താ? സഹോദര, ആത്മാവിനെ നിനക്ക് തരാൻ എനിക്ക് അധികാരമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാൻ ഭൂമിയിൽ ആർക്കും അധികാരമില്ല. പരിശുദ്ധാത്മാവിന്റെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടോ
ഡീറ്റെയിൽ ഡിസ്ട്രിബ്യൂട്ടറായിട്ടോ ദൈവം ആരെ ആക്കിയിട്ടില്ല. ഇവിടെ കുറച്ച് പേരെ ഇറങ്ങിയൊക്കെ ഈയിടെ ഒരുത്തൻ ഇങ്ങോട്ട് അവൻ ഇങ്ങനെ അവൻ്റെ മണ്ടയ്ക്കോട്ടങ്ങ് ചാടി വീഴുക, പിടിച്ചോ പ്രാപിച്ചോ എന്ന് പറയും. യവൻ്റെ മണ്ടയ്ക്കോട്ടങ്ങ് വീഴുക, പ്രാപിക്കാൻ കണ്ട ഇരുപ്പ് കണ്ട. പിന്നെ അടിക്കുന്നു, അടിച്ചു കൊടുക്കുന്നു. കാണുന്നിടത്തെല്ലാം പോയി മുട്ടുകുത്തി നിൽക്കരുത്. നീ കാണുന്നതിൻ്റെ എല്ലാം അടി വാങ്ങാൻ പോയി നിൽക്കരുത്. തുള്ളലല്ല ആത്മാവല്ല, മറുഭാഷയല്ല അന്യഭാഷയല്ല, ആത്മാവെല്ലാം പരിശുദ്ധാത്മാവല്ല. ദൈവമക്കൾ പരിശുദ്ധാത്മാവിനെ വിവേചിക്കണം. ഏതാത്മാവിനാലും തെറ്റിപ്പോകരുത്. പരിശുദ്ധാത്മാവിനെ തരാൻ അധികാരമുള്ള ഒരുവനുണ്ട്, അവനാണ് നസ്രയനായ യേശു. നിങ്ങൾക്ക് ദൈവാത്മാവിലേക്ക് നിങ്ങളെ നടത്താനും പ്രേരിപ്പിക്കാനും ഒക്കെ ദൈവദാസന് കഴിയും. നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. പക്ഷെ തരേണ്ടത് ഭീമോനച്ചനല്ല, ജോയിന്റ് ഫാസ്റ്റ് അല്ല, തരേണ്ടത് ഉയരത്തിലിരിക്കുന്നവനാണ്. ശക്തിയോടെ കൈ ഉയർത്തി ആട്ടിക്കേ, അതല്ലെങ്കിൽ ദൈവം അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ശക്തിയോടെ നമ്മളെ ചെറുപ്പക്കാര കൈകളിക്ക് മാറ്റി ദൈവത്തെ സ്തുതിക്കേ. ആരാണ് ഏലിയാവ്? ഒറ്റ പ്രാർത്ഥനയാൽ മഴമേഘത്തെ തടയുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ മഴ പെയ്യിക്കുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ കർമ്മേലിന്റെ കൊടുമുടിയിൽ തീയിറക്കുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ ശവത്തെ ജീവിപ്പിക്കുന്നവൻ. ഒന്നും പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ ദൈവത്തിന്റെ തീ ഇവിടെ കത്തും. പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ അനേക ജീവച്ഛവങ്ങൾ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കും. പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ ദൈവത്തിന്റെ മഴ ഇവിടെ പെയ്തിറങ്ങും. പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ ചർച്ചത്തോട് സഭയോട് ഞാൻ പ്രവചിക്കുന്നു, നമുക്ക് ഈ ഹോള് പോരാതെ വരോ. പ്രാർത്ഥിച്ചോ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ചെറുതങ്ങനെ നടക്കട്ടെ. ഈ ഹോള് പോരാതെ വരട്ടെ. ഈ ഹോള് പോരാതെ വരട്ടെ. ഒറ്റ പ്രാർത്ഥനയാൽ മഴമേഘത്തെ തടയുന്ന, ഒറ്റ പ്രാർത്ഥനയാൽ മഴ പെയ്യിക്കുന്ന, ഒറ്റ പ്രാർത്ഥനയാൽ കർമ്മേലിന്റെ കൊടുമുടിയിൽ തീയിറക്കുന്ന, ഒറ്റ പ്രാർത്ഥനയാൽ ശവത്തെ ജീവിപ്പിക്കുന്ന ഏലിയാവിന് ആത്മാവിനെ തരാൻ അധികാരമില്ലെങ്കിൽ ഇവിടെ ആർക്കുണ്ട് അധികാരം? ഇവിടെ ആർക്കും അധികാരമില്ല. നിങ്ങളെ ശുദ്ധീകരണത്തിലേക്ക് നടത്താനും, നിങ്ങളെ പ്രേരിപ്പിക്കാനും, നിങ്ങളെ വിശുദ്ധീകരണത്തിലേക്ക് നടത്താനും, നിങ്ങളിതിനായ ദാഹമുള്ളവരാണ്, ദാഹിക്കുന്നവനായത് കിട്ടുന്നത്. എന്റെ അടുക്കൽ വരിക, ആത്മനദിയെ ഒഴുക്കിവിടാം. തൂത്തുവിടാമെന്നല്ല, ഒഴുക്കിവിടാം. ഈ ഡിയൽ മൂടി എന്ന ദേവദാസൻ എഴുതിയ പവർ ഫ്രം ഹൈ എന്നൊരു പുസ്തകമുണ്ട്, ഉയരത്തിലെ ശക്തി. അദ്ദേഹം ഒരു ഭക്തനായിരുന്നു. ഒത്തിരി നാളായി അദ്ദേഹം പഠിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ഡിയൽ മൂടി അദ്ദേഹം ഒരിക്കൽ വഴിയിലൂടെ പോയി നീണ്ടു നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. റോഡിലൂടെ പോയപ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, പരിശുദ്ധാത്മാവ് ശക്തിയാണ്, സത്യമാണെന്ന് കേൾക്കുന്നു, ഇതേൽ എനിക്കും തരണം. അങ്ങനെയാണേ. അദ്ദേഹം ഭക്തനായതുകൊണ്ട് ദൈവം പ്രാർത്ഥന കേട്ടു. ഇടിമിന്നൽ കണക്ക് ദൈവശക്തി വന്നു. ഡിയൽ മൂടി റോഡിലൂടെ അന്യഭാഷ പറഞ്ഞ് നടക്കാൻ തുടങ്ങി. ഡിയൽ മൂടി പറഞ്ഞു, കർത്താവ് ഇപ്പം വേണ്ട. വല്ലവരും കണ്ടാൽ പറയുന്നുണ്ട് ഡിയൽ മൂടി വെള്ളം അടിച്ച് കിളി റോഡിലൂടെ നടക്കുന്നെന്ന്. അതുകൊണ്ട് ഇപ്പം വേണ്ട. കുറച്ചുകൂടെ പോയപ്പോൾ ഡിയൽ മൂടി ഒരു വീട് കണ്ടു, സ്നേഹിതൻ്റെ. അവിടെ ചെന്ന് മുട്ടി വിളിച്ചു, കഥവ് തുറന്നു. എന്താ വേണമെന്ന് ചോദിച്ചാൽ, എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു മുറി വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം മുറി തുറന്നു കൊടുത്തു. ഡിയൽ മൂടി അതിനകത്തേക്ക് എന്ന് മുട്ടുകുത്തി കരം സ്വർഗത്തേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, ഡിയൽ മൂടി എന്ന മൺപാത്രം ഇതാ ഇവിടെ ഇരിക്കുന്നു. നിന്റെ അത്യന്ത ശക്തി മതിയാവോ പകരണം. ഡിയൽ മൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കാറ്റ് നിറച്ച റബ്ബർ പന്ത് പോലെ ഡിയൽ മൂടിയിൽ അകത്തേക്ക് ദൈവശക്തി വ്യാപരിച്ചത്. ഡിയൽ മൂടി ആത്മാവിൽ നൃത്തം ചെയ്യുവാൻ തുടങ്ങി. അന്യഭാഷ ദൈവത്തെ സ്തുതിപ്പാൻ തുടങ്ങി. രാവിലെ ആരംഭിച്ച ആത്മീയ നൃത്തം വൈകുന്നേരം വരെ നീണ്ടു. വൈകുന്നേരമായപ്പോൾ ഡിയൽ മൂടി വിളിച്ചു പോയി, കർത്താവേ മതി, ഇത് മൺപാത്രമാണ്, ഇനിയും പകർന്നാൽ ഇത് പൊടിഞ്ഞു പോകും. ഇതിനകത്ത് വന്നിരിക്കുന്ന ചെറുപ്പക്കാരോട്, പ്രായമാരോട് ഞാൻ പറയാം, നീ അന്യഭാഷയെ വിമർശിക്കാതെ, സ്തോത്രത്തെ വിമർശിക്കാതെ, നീ പരിശുദ്ധാത്മാവിനെ വിമർശിക്കാതെ, ഇത് സത്യമാണ്, എനിക്ക് തരണം. എന്റെ മമ്മി പ്രാപിച്ചത് സത്യമാണ്, എന്റെ പപ്പ പ്രാപിച്ച ശക്തിയാണെങ്കിൽ എനിക്കും തരണമെന്ന് രാത്രി പ്രാർത്ഥിക്ക. എന്റെ വേറെ അത്യന്ത ശക്തിയാവരിക്കും മതിയെന്നും പറയുന്നത് തരാൻ അവന്റെ മക്കളുണ്ട്. എല്ലാവരെ കരം പിടിച്ചാണ് ശക്തി വർദ്ധിപ്പിച്ചു.
ഈ ദൈവമക്കളെ, നമ്മളെ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ കെട്ടിടത്തിന്റെ വലിപ്പമല്ല, നമ്മളെ വ്യത്യസ്തരാക്കുന്ന പണത്തിന്റെ ശക്തിയല്ല. നമ്മളെ വ്യത്യസ്തരാക്കുന്നത് ദൈവം നമ്മുടെ വിഭാഗം ആത്മാവിന്റെ ശക്തിയാണ്. നമ്മുടെ തലമുറ ഇത് പഠിപ്പിക്കണം. നിങ്ങൾക്കറിയാമോ, നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയപ്പോൾ അമ്പലച്ചുംബികളായ ദൈവാലയം വിട്ടാണ് അവർ ഇറങ്ങിയത്. 1000ഉം 1500ഉം ഒക്കെ പേര് ആരാധിക്കുന്ന ആരാധനാലയങ്ങൾ വിട്ട് അവരിറങ്ങി. കർത്താവിന്റെ ദാസൻ മുമ്പേ പറഞ്ഞ ദേവദാസൻ വടക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവിടെ ആത്മാക്കൾ വരുന്നത് എങ്ങനെയാന്ന് ചോദിക്കണം. ആത്മാവിന്റെ ശക്തി കണ്ട, ഹോളിന്റെ വലിപ്പം കണ്ടല്ല. നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയപ്പോൾ അവർക്ക് ആരാധിക്കാൻ ഇടവില്ലായിരുന്നു. വാടക കെട്ടിടങ്ങൾ, ചാണകം മെഴുകിയ തടകൾ, ഓടുപോലും വിട്ടതില്ലായിരുന്നു. പ്ലാസ്റ്റിക് ഇതാക്കി തിരികെടുത്ത് അവർ മുട്ടുകുത്തി. ആയിരക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ആരാധനാലയങ്ങൾ വിട്ട് 30 പേരും 10 പേരും 20 പേരും ആരാധിക്കുന്ന ചാണകം മെഴുകിയ തറയിൽ നിന്നവർ മുട്ടുകുത്തി ദൈവത്തെ ആരാധിച്ചു. അവിടേക്ക് ജനം ഒഴുകിയെത്തി. ഹോളിന്റെ വലിപ്പം കണ്ടല്ല, അവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി. നമ്മുടെ പറയാം, നമ്മുടെ പിതാക്കന്മാർ അമ്പലച്ചുംബികളായ ദേവാലയം വിട്ടിറങ്ങിയവരാണ്. അവിടെ മധുവായി ഉണ്ടായിരുന്നു, അവിടെ ധൂപക്കുറ്റി ഉണ്ടായിരുന്നു, അവിടെ സ്ഥാനവസ്ത്രം ധരിച്ച പുരോഹിതന്മാരുണ്ടായിരുന്നു, അവിടെ മണമുണ്ടായിരുന്നു, മണവടി ഉണ്ടായിരുന്നു, അവിടെ ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർണ്ണക്കട്ട സിംഹാസനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ വന്നിടത്ത് ഒന്നുമില്ലായിരുന്നു. ഇവിടെ മധുവായില്ല, ഇവിടെ ധൂപക്കുറ്റിയില്ല, ഇവിടെ മണമില്ല, ഇവിടെ മണിയടിയില്ല. എന്നാൽ അവിടെ ഇല്ലാത്തതൊന്നും ഇവിടെ ഉണ്ട്. അവിടെ ഇല്ലാത്തതൊന്നും ഇവിടെ ഉണ്ടായിരിക്കണം. ഇവിടെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നുണ്ട്, ഇവിടെ ദൈവത്തിന്റെ അഗ്നി കത്തുന്നുണ്ട്, ഇവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. കൈകളടിച്ച് ദൈവത്തെ ബഹുമാനപ്പെടുന്നത്. ഇവിടെ മധുവായില്ലെങ്കിലും ധൂപക്കുറ്റിയില്ലെങ്കിലും ഇവിടെ തേജസ് ഇറങ്ങുന്നുണ്ട്. പരിശുദ്ധാത്മ ശക്തി ആവഹിക്കുന്നുണ്ട്. ഇവിടെ ശക്തിയിലായി ഇറങ്ങുന്നുണ്ട്. ഇവിടെ ദൈവസാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. നമ്മൾ പലതിലും അഹങ്കരിച്ചു പോയി. ഏതാണ്ടൊക്കെ ഉണ്ടെന്നുള്ള ചിന്ത വന്നു. ഒന്നുമില്ല. ഞാൻ ഈയിടെ കോട്ടയത്തിൽ നിന്ന് പ്രസംഗിച്ചു. കോട്ടയത്തെ സകല ബന്ധക്കോസുകാരും ആണ്. നിങ്ങൾക്കറിയാം, വിറ്റുപെറുക്കിയാലും കോട്ടയം ദേവലോകം അരമന വാങ്ങാൻ കാശ് കിട്ടില്ല ബന്ധക്കോസുകാരാ. പത്തനംതിട്ടയിലെ സകല ബന്ധക്കോസ് ഓടും വിറ്റുപെറുക്കിയാലും പത്തനംതിട്ട കാതലിക് അരമനയോ കോളേജോ വാങ്ങാൻ കാശ് കിട്ടുമോ? ഇല്ല. അപ്പൊ നിന്റെ ഹോളിന്റെ വലിപ്പം കണ്ടോണ്ടോ, ഓഡിറ്റോറിയത്തിന്റെ വലിപ്പം കണ്ടോ അല്ല ആളുകൾ ഇതിനകത്ത് വന്നതും വരുന്നതും. ഇവിടുത്തെ പ്രസ്ഥാനത്തിന്റെ വലിപ്പമോ നേതാക്കളുടെ തലയെടുപ്പോ കണ്ടല്ല ഇതിനകത്ത് ആളുകൾ വരുന്നത്. ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകം കണ്ടുകൊണ്ടാണ്. ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകം കണ്ട പെന്തക്കോസ്ത് വളർന്നത് ഡോളറിന്റെ ശക്തി കൊണ്ടല്ല. പെന്തക്കോസ്ത് വളർന്നത് പൗണ്ടിന്റെ ശക്തി കൊണ്ടല്ല. പെന്തക്കോസ്ത് വളർന്നത് അഭിഷേകത്തിന്റെ ശക്തി കൊണ്ടാണ്. അഭിഷേകം പോയ വട്ടപൂജ്യമാണ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവസഭയെ ഉറപ്പിച്ചു. നമുക്കൊരു മടങ്ങി വരവ് വേണം. നമ്മുടെ സഭകളിൽ അത്ഭുതങ്ങൾ നടക്കണം, അതിശയങ്ങൾ നടക്കണം, വീര്യ പ്രവർത്തികൾ നടക്കണം. വരുന്നവനെ വിരൽ ചൂണ്ടി വിവേചിക്കുന്ന വിവേചനാത്മാവുള്ള ദൈവമക്കൾ സഭയിൽ എഴുന്നേൽക്കണം. കൈ ചൂണ്ടുമ്പോൾ സൗഖ്യം വ്യാപരിക്കണം. അതൊക്കെ ദൈവം ചെയ്യാൻ പോവാ. ഒരു തലമുറ അധികാരത്തോടെ എഴുന്നേൽക്കാൻ പോവാ. ഒരു തലമുറ അഭിഷേകത്തോടെ എഴുന്നേൽക്കാൻ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചും പറഞ്ഞു, നിന്റെ തലമുറയെക്കുറിച്ച് ദർശനം കാണണം. ഞാൻ നിർത്താൻ പോവാം. നിന്റെ തലമുറയെക്കുറിച്ച് ദർശനം കാണണമെന്ന് പറഞ്ഞു. കാരണം നോഹയെ കുറിച്ച് അപ്പനും അമ്മയും ദർശനം കണ്ടു. ദൈവം ശപിച്ച ഭൂമിയിൽ വർഷങ്ങൾക്ക് മുമ്പ് നോഹയുടെ കാലം എന്ന പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ നിന്റെ തലമുറയെക്കുറിച്ച് ദർശനം കാണണം. ദൈവം ശപിച്ച ഭൂമിയിൽ ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും. അവിടെ വാക്യം പറയുന്നില്ല നിങ്ങൾ. ഇവൻ നമ്മെ, ഇയാൾ പറയുന്ന പഠിക്കുക, ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും.
അതവരുടെ ദർശനമായിരുന്നു. നിന്റെ തലമുറയെ കുറിച്ച് ദർശനം കാണും. ഇത് പറയാൻ നിന്നതല്ല. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ ചിലർ ഭീമോണശുണ്ടെന്ന് പ്രസംഗിക്കുന്ന പോലെ നിന്റെ കണ്ണടയും മുമ്പ് നിന്റെ തലമുറ ആയിരങ്ങളോട് പ്രസംഗിക്കുന്ന ദൈവാത്മാവിൽ ദർശനം കാണണം. അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൂർത്താത്മ വ്യാപാരം വിട്ടുപോകുന്നത്, അവർ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത്, അവൾ പ്രസംഗിക്കുന്നത് ദൈവാത്മാവിൽ ദർശനം കാണണം. ദൈവം ദർശനം ഞാൻ പറയാം. ദൈവം ദർശനം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. ഡിയലോസ്പോനെ പോലെ, വില്യം കേറിയെ പോലെ, ജോൺ ഹാസിനെ പോലെ, റെയ്നാർഡ് ബോൺകെയെ പോലെ ആയിരക്കണക്കിന് ആളുകളോട് സുവിശേഷം പ്രസംഗിക്കുന്ന അഭിഷക്തന്മാർ നിന്റെ ഉദരഫലത്തിൽ നിന്ന് എഴുന്നേറ്റ് വരണം. ഇന്ത്യയെ കുലുക്കുന്ന, കേരളത്തെ കുലുക്കുന്ന, സിംഹതുല്യം ഗർജിക്കുന്ന, ആത്മാവിൽ പുറപ്പെടുന്ന അഭിഷക്തന്മാർ നിന്റെ ഉദരഫലത്തിൽ നിന്ന് വേർതിരിയണം. നിന്റെ മക്കളൊക്കെ ഡോക്ടർമാരും എഞ്ചിനീയറും ദേശവാകാനാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടത്. അപ്പോ ശബ്ദം കേരളത്തെ കുലുക്കുന്ന, ഇന്ത്യയെ ചലിപ്പിക്കുന്ന, ധനക്കുന്ന അഭിഷക്തന്മാർ എഴുന്നേറ്റ് വരണം. കൈയടിച്ച് ആരാധിച്ചോ, സ്വതന്ത്രം പറഞ്ഞോ. സമയേ നിങ്ങൾ കരയേണ്ടത് BSc നഴ്സിംഗിന് വേണ്ടിയല്ല, പാത്രത്തിന് വേണ്ടിയല്ല, ഇന്ത്യക്ക് വേണ്ടിയല്ല. ലോകം അറിയുന്ന ഒരു സുവിശേഷകനെ, ഇന്ത്യ അറിയുന്ന ഒരു സുവിശേഷകനെ നിന്റെ സഭയിൽ എഴുന്നേൽപ്പിക്കാൻ ഞാൻ പ്രവചിക്കുക. നീ പ്രാർത്ഥിച്ച ദൈവം സംഭവിക്കുക. ആത്മാവിൽ പുറപ്പെടുന്ന, സിംഹതുല്യം ഗർജിക്കുന്ന, പരിശുദ്ധാത്മം നിവേശിതനായി ദേശങ്ങളെ കുലുക്കുന്ന അഭിഷേകത്തിന്റെ അധികാരമുള്ളവൻ ഇതിനകത്ത് നീ ഉറക്കം തൂങ്ങിയിരിക്കുന്നവന്റെ ഇടയിലുണ്ടെങ്കിൽ നിങ്ങൾ ദർശനം കാണണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, എൻ്റെ കണ്ണടയും മുമ്പ് എൻ്റെ കുഞ്ഞുങ്ങൾ ആത്മീയരാകണം. അവനായിരുന്നു ഇനി എന്നാ മക്കളെ വളർത്തി സാത്താന് കൊടുക്കുന്നതിനേക്കാൾ എത്ര നല്ലതാ മക്കളെ വളർത്തി കർത്താവിന് കൊടുക്കുന്നത്. അഭിഷേകത്തോട് തലമുറ എഴുന്നേൽക്കണം, അഭിഷേകത്തോട് എഴുന്നേൽക്കണം, അധികാരത്തോട് എഴുന്നേൽക്കണം. ഞാൻ പറയാൻ വന്ന് ഞാൻ ആ പുസ്തകം എഴുതി പ്രസംഗിച്ചു കഴിഞ്ഞ് ഇന്ത്യയുടെ ഒരു പാസ്റ്റർ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഞാൻ ആ പാട്ട് എഴുതിയ കൊച്ചു പയ്യനെ പോലെ തിരുവനന്തപുരത്തായുള്ള പാസ്റ്റർ ഒരിക്കൽ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ നൽകിയെന്ന്. അങ്ങനെ എഴുന്നേൽക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ തലമുറ ദൈവം ഉണർത്തും. ഈ ഉപവാസ പ്രാർത്ഥന ദൈവത്താലാണെന്ന് വിശ്വസിക്കുന്നവർ സ്വതന്ത്രം പറയുന്നത് യാദൃച്ഛികമല്ല. ഇത് വിതയ്ക്കുന്ന വിത്ത് വെറുതെ ഇങ്ങോട്ട് വരില്ല. ഈ വിത്ത് എവിടെങ്കിലും വീണാൽ കിളിർക്കും, ഈ തീ എവിടെങ്കിലും വീണാൽ കത്തും. ഇന്ന് രാത്രി നമ്മുടെ തലയുടെ മേൽ ഇത് കത്താൻ പോവുകയാണ്. ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ ആർക്കാണ് ലഭിക്കുന്നത്? ദാഹിക്കുന്നവർക്ക്. 11:13 തന്നോട് ചോദിക്കുന്നവർക്ക്. പരിശുദ്ധാത്മാവിനെ കിട്ടി തന്നോട് ചോദിക്കുന്നവർ. 11:10 ദോഷികളായ നിങ്ങളുടെ മക്കൾ കൊടുക്കുന്നെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ. 11:10 എത്ര എന്ത് ലഭിക്കും? ചോദിക്കുന്നവർക്ക്. 22:17 ദാഹിക്കുന്നവർക്ക്. ദാഹിക്കുന്നവൻ പറഞ്ഞിട്ട് 5:12 അനുസരിക്കുന്നവർക്ക്. ദാഹമുണ്ടോ? വാഞ്ചയുണ്ടോ? മനസ്സുണ്ടോ? ദൈവം തന്നെ ആത്മാവനാൽ നിന്നെ നിറയ്ക്കും. ഇന്ന് രാത്രി ചോദിച്ചു തുടങ്ങ്, ഇന്ന് രാത്രി ദാഹിച്ചു തുടങ്ങ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൽപ്പനയ്ക്കായി ശിരസ്സ് താഴ്ത്ത് ഞാൻ അനുസരിക്കാൻ കർത്താവ് എന്ന് പറ. ദൈവത്തിന്റെ ആത്മാവനാൽ നിന്നെ നിറയ്ക്കും. ചോദിക്കുന്നവർക്ക് എത്രയധികം നൽകും, ദാഹിക്കുന്നവർക്കാണ് തരുന്നത്. എന്തിനു വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കുന്നത്? യോഹന്നാൻ 14:17 സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലും വഴി നടത്താൻ എന്തിനു വേണ്ടി ആത്മാവിനെ തരുന്നത്? ജയജീവിതം ചെയ്യുവാൻ. ഗലാത്യലേഖനം 5:9 ജയജീവിതം ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിനെ തരുന്ന കേവലം ചില അന്യഭാഷകൾ പറഞ്ഞു നിർത്താൻ വേണ്ടിയല്ല,
ജയജീവിതം ചെയ്യാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിനെ തരുന്ന അസാധ്യങ്ങളെ സാധ്യമാക്കാൻ വേണ്ടിയാണ്. എല്ലാം വിവരിക്കേണ്ട നേരമില്ല. നമുക്ക് കുറച്ചു നേരം കൃത്യസമയത്തോട് ഇറങ്ങാൻ പോകണമല്ലോ. അതിന് മുമ്പ് അല്പസമയം നമുക്ക് ആരാധിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനും, കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകം പ്രാപിക്കാത്തവരെല്ലാം നെടുമ്പാട് വീണ് ഈ രാത്രി കൊണ്ട് കരയണം. നിങ്ങളുടെ വീട്ടിൽ വെച്ച് ദൈവം നിങ്ങളെ നിറയ്ക്കും. ഇന്നിവിടെ വെച്ച് നിറച്ചില്ലേ, വീട്ടിൽ വെച്ച് നിറയ്ക്കാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ വെച്ച് നിങ്ങളെ നിറയ്ക്കാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കുന്ന അസാധ്യങ്ങളെ സാധ്യമാക്കാൻ വേണ്ടിയാണ്. അപ്പോസ്തലർ 1:8 ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ടുണ്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രിന്റിംഗ് പ്രസ് ക്രിസ്ത്യാനികൾക്കാണ്. ഏറ്റവും വലിയ ജീവി നിലയം ക്രിസ്ത്യാനികൾക്കാണ്. ഏറ്റവും അധികം ബൈബിൾ കോളേജുകൾ ക്രിസ്ത്യാനികൾക്കാണ്. മതപഠനശാലകൾ. ഏറ്റവും അധികം പ്രിന്റിംഗ് ട്രാക്സ് ഇറങ്ങുന്നത് ക്രിസ്ത്യാനികൾക്കാണ്. ഏറ്റവും അധികം വാഹനങ്ങൾ ക്രിസ്ത്യൻ മിഷണറിമാർക്കാണ്. എന്നാൽ അന്ന് ഒരു വാഹനം സ്വന്തമായിട്ടില്ല, ഒരു പടക് സ്വന്തമായിട്ടില്ല, ഒന്നുമില്ല. ഒരു ബൈബിൾ കോളേജ് സ്വന്തമായിട്ടില്ല. ഒന്നുമില്ലാത്തവരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സർവശക്തിയോട് ശുശ്രൂഷിക്കുക. അവർ ചോദിച്ചു, ഇതെങ്ങനെ നടക്കും? കർത്താവ് തപ്പസം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വായും. അപ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. നിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ എല്ലാ സാധ്യങ്ങളെ സാധ്യമായി തീരും. ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിന്റെ മേൽ ശക്തി ലഭിച്ചിട്ട് നീ ആളുമാറിയവനെ പോലെയാകും. ദൈവത്തെ സൂക്ഷിച്ചു തുടങ്ങിയാട്ട് ശൗര്യമുണ്ടോ പ്രവാചകനത്തിൽ പറയത്തക്കവണ്ണം ഒരു വിസ്മയമാക്കി ദൈവം നിന്നെ മാറ്റും. ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, നിന്റെ തലമുറയെ ഒരു വിസ്മയമാക്കാൻ ദൈവത്തിന് കഴിയും. ഇവനുകൊണ്ടോ പ്രവാചകനത്തിന് പറയത്തക്കവണ്ണം നമ്മുടെ തലമുറയെ നീ ഒരു വിസ്മയമാക്കി മാറ്റും. മോനെ സ്വന്തം പറഞ്ഞുകൊണ്ടിരിക്കും, മക്കളെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കെ നിന്നെ ദൈവം ഒരു വിസ്മയമാക്കും. കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും, ഏകാഗ്രതയോണ്ടിരിക്കും. നിന്നെ ഒരു വിസ്മയമാക്കി മാറ്റും. കണ്ടതെല്ലാം വിസ്മയിച്ചു. ഇവനുമുണ്ടോ വിസ്മയിച്ചു. പിച്ചവനെ കണ്ടപ്പം വിസ്മയിച്ചു. യേശുവിനെ കണ്ടപ്പം വിസ്മയിച്ചു. ഇവന്റെ ലാവണ്യം ഇവിടുന്ന് എന്ന് പറഞ്ഞാൽ നിന്നെ കുറിച്ചൊരു കണക്കുകൂട്ടലുണ്ട്. നിന്റെ തലമുറയെ കുറിച്ചൊരു കണക്കുകൂട്ടലുണ്ട്. ഇതിനപ്പുറമൊന്നും ഒരാകത്തില്ല, ഇതിനപ്പുറമൊന്നും എത്തത്തില്ലെന്ന്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, അഭിഷേകം ആ കണക്കുകൂട്ടലുകളെ എല്ലാം തകർത്ത് കളയും. ഈ രാത്രി ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയാ, പിശാചിന് നിന്നെ കുറിച്ച് ചില കണക്കുകൂട്ടലുകളുണ്ട്. നാട്ടുകാർക്കുണ്ട്, നിന്റെ കൂടെ ആരാധിക്കുന്നവർക്ക് ചില എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ പറ, ആ കണക്കുകൂട്ടലെല്ലാം തകർത്ത് അതിനപ്പുറം നിന്നെ എത്തിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. എല്ലാവരും പ്രാർത്ഥിച്ചോണ്ട് ദൈവത്തിന്റെ സ്പർശനം പോയില്ലേ ദൈവത്തിന്റെ രാത്രിയായിട്ട് പോയില്ലേ. നടക്കുന്നതിന് വേണ്ടിയാണെന്നറിയാമോ? ഉയർത്തെഴുന്നേൽപ്പിന്റെ രൂപാന്തര ശക്തിക്ക് വേണ്ടിയാണ്. അപ്പോസ്തലർ 8:11 എഴുതിയിരിക്കുന്നത്, യേശുക്രിസ്തുവിനെ 8:11 ഒന്ന് വായിച്ച സഹോദര, ഒന്ന് വായിച്ചേ. 8:11 യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ മർത്യശരീരത്തെ ജീവിപ്പിക്കും. ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ അമർത്തിയുള്ള അനുഭവപ്പെടുന്നു നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനാൽ. മറ്റൊരിടത്ത് എഴുതിയിട്ടുണ്ട്, ദൈവത്തിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതിനാലല്ലോ വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്, സീൽ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള റോക്കറ്റാണ് പരിശുദ്ധാത്മാവ്.
ഹല്ലേലൂയ. ഈ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഈ ദൈവജനയുടെ മേളോട്ടും താഴോട്ടും ഇങ്ങനെ ചാടുന്ന കണ്ടിട്ടില്ലേ, കുതിക്കുന്ന കണ്ടിട്ടില്ലേ? കാരണം നമ്മുടെ സ്വർഗത്തിലെത്തിക്കാനുള്ള റോക്കറ്റ് നമ്മുടെ അകത്തിരിക്കുക. ആത്മാവിലായപ്പോൾ ഈ റോക്കറ്റ് തീ പിടിക്കുക. അഭിഷേകം പ്രാപിച്ചത് മനസ്സിലാകത്തുള്ളൂ, ചുമ്മാതിരിക്കുന്നതൊന്നും മനസ്സിലാകില്ല. അപ്പൊ ഈ അകത്തിരുന്ന റോക്കറ്റ് മേളോട്ട് കുതിക്കുക. എന്നെ വിട, ഞാൻ പോട്ടെ, എന്നെ വിട, ഞാൻ പോട്ടെ. ഇത് റോക്കറ്റ് മേലോട്ട് കുതിക്കുമ്പോ ജഡം പിടിച്ച് താഴെയിടുക, ഇവിടെ കട, ഇവിടെ കട, ഇവിടെ കട. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ഒരിക്കൽ നാം ജഡത്തെ വെല്ലുവിളിക്കും, ഒരിക്കൽ നാം ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിക്കും. നാം പറന്നുയരും. ശക്തിയോട് സ്വത്രം പറഞ്ഞേ ദൈവത്തെ ആരാധിച്ച് മനസ്സിലാക്കിത്തരാം. അത് മനസ്സിലാക്കി നമ്മുടെ നിർത്താം. അതായത് ഇവിടുന്ന് മേലോട്ട് ഉയർന്ന ബഹിരാകാശ പേടകങ്ങളുടെ സ്പീഡ് 1 മണിക്കൂറിൽ 25,000 കിലോമീറ്റർ ആണ്. വെറും 25,000. വെറും 25,000 1 മണിക്കൂർ 25,000 കിലോമീറ്റർ ആണ്. അങ്ങനെ 25,000 മൈൽ യാത്ര ചെയ്താൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 2,38,000 മൈൽ അകലെയാണ്. അവിടെ എത്താൻ 65 മണിക്കൂർ എടുക്കും. 10 ദിവസം എടുത്ത് അവിടെ സ്ഥാനം പോയ 25,000 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ, പക്ഷെ അധികം താമസിയാതെ പ്രകാശവേഗത്തിൽ സഞ്ചരിക്കുന്ന 2,00,000 മൈൽ ഒറ്റ മണിക്കൂർ കൊണ്ട് 2,00,000 മൈൽ വേഗത്തിൽ പായുന്നൊരു വാഹനം കണ്ടുപിടിച്ച് ഒരാളെ ചന്ദ്രനിലേക്ക് അയച്ചാൽ അയാൾ അവിടെ എത്താനായിട്ട് 3 മണിക്കൂർ മതി. 3 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. അതുപോലെ ഇവിടുന്ന് അടുത്ത് നിൽക്കുന്ന മറ്റൊരു സംഭവമാണ് ശുക്രൻ 2 കോടി മൈൽ അകലെയാണ്. ഭൂമിയിൽ 2 കോടി മൈൽ അകലെയാണ്. ഇപ്പോഴത്തെ നിലയിൽ അവിടെ എത്താനായിട്ട് 10.5 മാസം എടുക്കും. 2,00,000 മൈൽ വേഗത്തിലുള്ള ഒരു വാഹനം കണ്ടുപിടിച്ച് വിട്ടാൽ 2 ആഴ്ച കൊണ്ട് അവിടെ ചെല്ലും. സൂര്യൻ 9.5 കോടി മൈൽ അകലെയാണ്. ഇപ്പോഴത്തെ സ്പീഡുള്ള ഒരു വാഹനത്തിൽ സൂര്യൻ എത്താൻ 1.25 വർഷം എടുക്കും. 25,000 മൈൽ പോയാൽ ഈ 2,00,000 മൈൽ വേഗത്തിൽ വാങ്ങുന്ന ഒരു വാഹനം കണ്ടുപിടിച്ച് വിട്ടാൽ 3 ആഴ്ച കൊണ്ട് ചന്ദ്രനിലെ കാര്യമാണ്, ചന്ദ്രനിലെത്തും. സൂര്യനിൽ 7 ആഴ്ച കൊണ്ടെത്തും. പക്ഷെ നക്ഷത്രം അവിടമല്ല, അതിനപ്പുറത്താ. ഇപ്പോഴത്തെ സ്പീഡിൽ 26,00,000 കോടി അകലെയാണ് ഒരു നക്ഷത്രം നിൽക്കുന്നത്. ഏറ്റവും അടുത്ത ഭൂമിയോട് പ്രോക്സിമായ നക്ഷത്രം വന്നിരിക്കട്ടെ, അത് നിൽക്കുന്നത് 26,00,000 കോടി. അതാ പടക്ക് പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടോണം, അകലെയാണ് ഈ നക്ഷത്രം. ഇതൊക്കെ പറയുമ്പോഴേ ഇത് നിർമ്മിച്ചവൻ ആരാമോ, അവന്റെ ശക്തി എത്ര വലുതാന്ന് നിനക്കറിയോ? അപ്പം ഇപ്പൊ 25,000 കിലോമീറ്റർ വാഹനത്തിൽ പോയാൽ 7,20,000, മനസ്സിലായി? അത്രയും വർഷമെടുക്കും. 7,020 അത്രയും വർഷമെടുക്കും അവിടെ ചെല്ലാനായി. എന്നാൽ സ്വത്രം 7,20,000. എന്നാൽ 2,00,000 മൈൽ വേഗത്തിൽ പായുന്ന ഒരു വാഹനം കണ്ടുപിടിച്ച് നക്ഷത്രം കഴിച്ചാലും ആ നക്ഷത്രം അവിടെ എത്താൻ, ആ വാഹനം അവിടെ എത്താൻ എത്ര വർഷം എടുക്കുമെന്ന് അറിയാമോ? 14,000 വർഷം എടുക്കും. അപ്പൊ ഈ നക്ഷത്രം എത്ര അകലെയാ? പക്ഷെ കർത്താവ് തന്റെ സഭയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പർദീസയുടെ കവാടം പ്രോക്സിമയ്ക്ക് അടുത്തല്ല. സൈമൺ സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 1,000 കോടി വാനകോണങ്ങളെ താണ്ടി ദൈവത്തിന്റെ സഭ പർദീസയിലെത്താൻ എത്ര വർഷം എടുക്കും? അല്ലെന്നോ ഇല്ലെന്നോ ഉറക്കെ പറ. 14,000 വർഷം എടുക്കുമോ? ഉറക്കെ പറ, എടുക്കുമോ? 14 വർഷം എടുക്കുമോ? 14 ദിവസം എടുക്കുമോ? 14 മണിക്കൂർ എടുക്കുമോ? ഇല്ല ഇല്ല ഇല്ല. യേശു ക്രിസ്തുവിനെ മരിച്ചവിടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ അമർത്തുള്ള ശരീരത്തിന് രൂപപ്പെടുത്തും. കണ്ണിമിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കും. ആത്മാവിനെ തന്നത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നീ അവിടെ എത്തും. പ്രിയപ്പെട്ടവരെ, അഭിഷക്തൻ പറഞ്ഞ ആറ്റം ബോംബിനെയാണ് ബോംബിന്റെ ശക്തി. ഒരിളവ് ലോകം കണ്ടിട്ടുണ്ട്. പക്ഷെ ദൈവകരത്തിൽ ഇരിക്കുന്നവനെ കൊണ്ട് ദൈവം എന്തെല്ലാം ചെയ്യുന്ന ലോകം ഇതുവരെ കണ്ടിട്ടില്ല, ഇനി കാണാൻ പോകുന്നില്ല. പരിശുദ്ധാത്മാവിനെ കൊണ്ട്, പരിശുദ്ധാത്മ ശക്തിയുള്ളവരെ കൊണ്ട് എന്തെല്ലാം ചെയ്യും. ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ ജീവിക്കുന്ന ഈ സ്റ്റേജിലുള്ളൊരു ദൈവദാസന് കൈ കൊടുത്ത് സ്തോത്രം പറയാൻ ശക്തിയില്ലാതെ വായിന്നൊരു സ്തോത്രം 365 ദിവസം ഇങ്ങനെ നിൽക്കണേ സാധാരണ കളിയാണ്. അങ്ങനെ ഈ ഇങ്ങോട്ട് പ്ലെയിൻ കയറിയത് തന്നെ എൻ്റെ ശക്തിയിലല്ല. എനിക്കറിയാം, ഞാൻ സ്റ്റേജിൽ കയറുമ്പം കർത്താവിൻ്റെ കൂടെ നിൽക്കും, പരിശുദ്ധാത്മാവിനെ സഹായിക്കും. മക്കളെ, എൻ്റെ 16ാമത്തെ വയസ്സിൽ ഞാൻ പാടിയൊരു പാട്ടിൽ ഒരു PIP മീറ്റിംഗിൽ വെച്ച് കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് അഭിഷേകം നൽകി. ആ അഭിഷേകത്തിൻ്റെ ശക്തി ഇന്ന് വരെ കുറഞ്ഞു പോയിട്ടില്ല.
എന്നെ കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവ്, എന്നെ നടത്തുന്ന പരിശുദ്ധാത്മാവ്. ഈ ശക്തി നിന്റെ മേലും നീ ആവരിക്കും. ഞാൻ ചില ആഴ്ചകളായി എൻ്റെ സഭയിൽ ഒരു ദിവസം ഞാൻ മസ്കറ്റിൽ പ്രസംഗിച്ച് നാട്ടിൽ വന്നിറങ്ങി, രാവിലെ ഫ്ലൈറ്റിൽ വന്നിറങ്ങി, രാവിലെ എന്നെ വിളിക്കാൻ വന്ന് കാറിൽ പോകുമ്പോൾ കർത്താവ് ഇന്നെന്ന് പ്രസംഗിക്കണം ചോദിച്ചു. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, എത്രയോ നിങ്ങൾ കേട്ടതാ, ഞാൻ കേട്ടതാ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. കർത്താവിനോട് പറഞ്ഞു, മോനെ നിന്റെ സഭയോട് പറ, എന്നെ സ്നേഹിക്കുന്നവന് വേണ്ടി ഞാൻ ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഒരു കണ്ണ് കാണാത്തത്, ഒരു ചെവി കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് നിനക്ക് വേണ്ടി കരുതാൻ മോനെ എൻ്റെ കർത്താവ് ശക്തന, മോനെ എൻ്റെ കർത്താവ് ശക്തന. ഒരു കണ്ണ് കാണാത്തത്, ഒരു ചെവി കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതാൻ ദൈവശക്തനാണ്. വിസ്മയമാക്കാൻ ദൈവത്തിന് കഴിയും. ഇവനുമുണ്ടോ പ്രവാചകണത്തിലും ചോദിക്കത്തക്കവണ്ണം നിന്നെ നിന്റെ തലമുറയെ വിസ്മയമാക്കാൻ ദൈവത്തിന് കഴിയും. ഈ രാത്രി പ്രാർത്ഥിക്കേണ്ടത് അസാധാരണമായ ഒരു ദൈവശക്തിക്ക് വേണ്ടിയാണ്, അസാധാരണമായ ദൈവശക്തിക്ക് വേണ്ടിയാണ്. എന്റെ തലമുറയെ എടുത്ത് ഉപയോഗിക്കുന്നത് കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞെന്ന് പ്രാർത്ഥിക്കുക. എന്നെ എടുത്ത് ഉപയോഗിക്കണമെന്ന് കരഞ്ഞെന്ന് പ്രാർത്ഥിക്കുക. വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ മക്കൾക്കുള്ളതാണ്. ദൈവമായ യഹോവ വിളിച്ചു വരുത്തുന്ന ഊരസ്ഥന്മാരായ ഏവർക്കുമുള്ളതത്രേ. എല്ലാവരും എഴുന്നേറ്റുന്നാണ്, എല്ലാവരും എഴുന്നേറ്റുന്നാണ്, എല്ലാവരും എഴുന്നേറ്റുന്നാണ്. വാഗ്ദത്തം നിനക്കുള്ളതാണ്, നിന്റെ മക്കൾക്കുള്ളതാണ്. ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥന്മാരായി അവർക്കുള്ളതാണ്. കർത്താവേ, ഈ ശക്തി എന്റെ മേൽ തരണേ എന്ന് പറഞ്ഞാട്ട് അഭിഷേകം പ്രാപിക്കാത്ത എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാണ്. കർത്താവെ, അന്യഭാഷ അടയാളത്തോട് ആത്മാവിലങ്ങെ ആരാധിപ്പാൻ കൃപ. മക്കളെ, കുഞ്ഞുങ്ങളെ വല്ല ആരാധിച്ചാണ് സ്തോത്രം പറഞ്ഞാണ്, സ്തോത്രം പറഞ്ഞാണ്, സ്തോത്രം പറഞ്ഞാണ്. യേശു എന്ന് വിളിച്ചാട്ട് എന്നെ നിറയ്ക്കണേ എന്ന് പറഞ്ഞു. മുട്ടുകളമല്ല, അടയുള്ളമല്ല, നീന്തിയിട്ടില്ലാതെ കിടപ്പാൻ കഴിയാത്ത വലിയൊരു ആത്മപ്രവാഹത്തിലേക്ക് എന്നെ ഇറക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട്. ദൈവത്തിന്റെ ആത്മാവുള്ളവനെ തൊടാൽപ്പിച്ചാൻ കഴിയില്ല. ഈ രാത്രി പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചാൽ പുതുഭാഷകൾ സംസാരിപ്പാനായി പ്രാർത്ഥിച്ചാണ്, ദർശനത്തിനായി പ്രാർത്ഥിച്ചാണ്, വെളിപ്പാടിനായി പ്രാർത്ഥിച്ചാണ്. ഓരോ കർത്താവ് ഇത് പോരാ, ഇത് പോരാന്ന് പറഞ്ഞാണ് സമർപ്പിച്ച്, കർത്താവ് എനിക്ക് ഇനിയും ശക്തി വേണമെന്ന് പറഞ്ഞു കൈ ഉയർത്തി പിടിച്ചാണ്. കർത്താവ് എന്നെ അഭിഷേകത്താൽ ഇത് ശക്തിയായി നിറയ്ക്കണമെന്ന് പറയുന്നു കൈ ഉയർത്തി പിടിച്ചാണ്. അവയെ രാത്രി ഒരു പുതിയ അഭിഷേകം ഞങ്ങളുടെ പറയുന്നത് രാത്രി നിന്റെ ആത്മാവിന്റെ പ്രദർശനശാലകളായി മാറാൻ കുഞ്ഞുങ്ങളെ ചെറിയ അഭിഷേകം നിറയ്ക്കണമേ. ഈ രാത്രി വരെ അന്യഭാഷയാളത്തോട് അഭിഷേകത്താൽ അന്യഭാഷ ഈ രാത്രി ചില അഭിഷേകം പ്രാപിക്കട്ടെ. ശക്തി വ്യാപിക്കുന്ന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം മുമ്പോട്ട് വന്നാണ്. 25 വയസ്സിന് താഴെയുള്ള എല്ലാവരും ചെറുപ്പക്കാരെല്ലാം മുമ്പോട്ട് വന്നിട്ട് ശല്യമായാലും നോക്കുന്നുണ്ട്. ധൈര്യമായി ശല്യമൊന്നും അല്ല. അപ്പോ എല്ലാവരും മുമ്പോട്ട് വന്നു, എല്ലാവരും മുമ്പോട്ട് വന്നു. മക്കളെ മുമ്പോട്ട് വരാനാ പറഞ്ഞു. എല്ലാവരും മുമ്പോട്ട് മുമ്പോട്ട്. ഹല്ലേലൂയ. ചെറുപ്പക്കാരെല്ലാം മുമ്പോട്ട് വരിക. ചെറുപ്പക്കാരല്ലേ നിൽക്കുന്നവര് കണ്ണടച്ച് എല്ലാവരും മകളെല്ലാവരും പ്രാർത്ഥിച്ചാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസവും ഭാവിയും എല്ലാ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവം നിങ്ങളെ ഉന്നതമായി നിലനിർത്തിക്കട്ടെ. നിങ്ങളെ കണ്ണടച്ച് പ്രാർത്ഥിച്ചാണ്. നിങ്ങൾ കൈയടിച്ച് മകളൊക്കെ മുമ്പോട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത് മാതാപിതാക്കളെല്ലാം നിങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങോട്ട് നീട്ടി പിടിച്ച് ഉയർത്തി പിടിച്ച് ഒരു നിമിഷം കരഞ്ഞെന്ന് പ്രാർത്ഥിച്ചാണ്. എന്റെ മേലുള്ള വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ സന്താനത്തിന് വ്യാപരിക്കണം. തലമുറ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കട്ടെ. ഭാഷ ദൈവത്തെ സ്തുതിക്കട്ടെ. ദർശനങ്ങൾ കാണുന്ന മക്കളെ
നിങ്ങൾ പ്രാർത്ഥിച്ചാണ് മുട്ടോളമല്ല രോഗമല്ല നീന്തട്ടില്ലാതെ കടക്കാൻ കഴിയാത്തൊരു ആത്മപ്രവാഹം എന്നെ അയക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ചാണ് നിങ്ങളോട് ദൈവത്തെ ആശ്രയിക്കുക കൈ നീട്ടി പിടിച്ചാണ് നിങ്ങളുടെ വാഴ്ത്തവേ സ്വർഗ്ഗപിതാവേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എന്റെ കരം ഇന്ന് രാത്രികളും നിൽക്കണമേ. ദുഷ്ടനവരെ കാണലേ, വിശാഖവരെ തൊടലേ, ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശമില്ലെങ്കിൽ ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ സന്താനത്തിന്റെ മേലോ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കാൻ പാടില്ല. അഭിഷേകം മുഖത്തെ തകർക്കും. ഈ രാത്രിയുടെ വ്യാപരിക്കുന്ന അഭിഷേകത്തെ ദുഷ്ട പിശാച് വെച്ചിരിക്കുന്ന ഈ രാത്രി തകർക്കപ്പെടട്ടെ, തകർക്കപ്പെടട്ടെ, തകർക്കപ്പെടട്ടെ. സ്വതന്ത്രരാകട്ടെ കർത്താവേ. ഒരാത്മാവിന്റെ ദൈവത്തെ ആരാധിക്കട്ടെ കർത്താവേ. ചിലർക്ക് രാത്രി അഭിഷേകം പ്രാപിക്കട്ടെ കർത്താവേ. സുവിശേഷം നിനക്കായി സമർപ്പണം എടുക്കട്ടെ കർത്താവേ. ചിലർ ദർശനം പ്രാപിക്കട്ടെ കർത്താവേ. എല്ലാവരും ആത്മാവിനെ അയക്കണമേ. ഈ ജനത്തിന്മേൽ നിന്റെ ആത്മാവിനെ അയക്കണമേ. ഈ രാത്രി ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആരെങ്കിലും അഭിഷേകം പ്രാപിക്കാനുണ്ടെങ്കിൽ ഈ രാത്രി അഭിഷേകം പ്രാപിക്കട്ടെ. ദർശനങ്ങൾ വെളിപ്പാടുകൾ ഏറ്റുവാങ്ങട്ടെ കർത്താവേ. നിന്റെ കരം അവരെ തൊട്ട് നടന്ന ദിവസം പറയണം. യേശുവിന്റെ നാമത്തിൽ തന്നെ എല്ലാവരും കരം പിടിച്ചാണ്. മക്കളെല്ലാം കൈ പിടിച്ചാണ്. കുട്ടികളെല്ലാം കരം പിടിച്ചാണ്. ശക്തിയോടെ പാട്ട് പാടുമ്പോൾ പറയണം. പരിശുദ്ധാത്മാവിൽ വാഗ്ദാനങ്ങൾ പ്രസ്താവിച്ചു തുടങ്ങുക. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ.